നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മളിന്ന് നോക്കുന്നത് ദ ഹിന്ദു ദിനപത്രവും പിന്നെ ലേണേഴ്സ് IAS സ്റ്റഡി നോട്ട്സും തരുന്ന ചില കാര്യങ്ങളാണ്. പ്രധാനമായും ഈ പുതിയ ലോകക്രമവും അതിൽ ഇന്ത്യയുടെ ഒരു എന്താ പറയാ തന്ത്രപരമായ നിലപാടും അല്ലേ? അതെ, പ്രത്യേകിച്ചും ഈ അമേരിക്കയുടെ പുതിയ താരിഫ് ഭീഷണിയൊക്കെ വന്നല്ലോ, അതിന്റെ ഒരു പശ്ചാത്തലത്തിലും. ശരിയാണ്. പിന്നെ നിങ്ങൾക്കറിയാമായിരിക്കും, UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. തീർച്ചയായും. പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ പ്രയോജനപ്പെടും. അതെ, പ്രിലിംസിനിപ്പോ അന്താരാഷ്ട്ര ബന്ധങ്ങള്, ഇന്ത്യൻ എക്കണോമി അവിടെയൊക്കെ വരും. മെയിൻസിന് GS പേപ്പർ 2, essay അവിടെയെല്ലാം ഇത് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഈ സോഴ്സുകളിലെ പ്രധാന പോയിന്റുകളെടുത്ത് ഒന്ന് ലളിതമായി അവതരിപ്പിക്കുക എന്നതാണ്. അതെ, അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാമല്ലേ? ശരി. അപ്പോ ഏറ്റവും പുതിയ ആ ഒരു വാർത്ത, ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നല്ലൊരു ടാരിഫ്, ഒരു 25% കൂട്ടുമെന്ന് US പ്രസിഡന്റ് പറയുന്നു. കാരണം പറയുന്നതോ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങി ലാഭത്തിന് വിൽക്കുന്നുവെന്ന്. അതെ, ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചൊരു എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് ആവുന്നതല്ലേ? തീർച്ചയായും. പക്ഷേ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇതിന് വളരെ ശക്തമായിട്ട് തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. ശരിയാണ്. രസകരമായ കാര്യം എന്താച്ചാൽ ഇന്ത്യ കണക്കുകൾ വെച്ചാണ് പറയുന്നത്. അതായത് ഇന്ത്യയെ വിമർശിക്കുന്ന ഇതേ US-ഉം യൂറോപ്യൻ യൂണിയനും ഒക്കെയാണ് ഇന്ത്യയെക്കാളും കൂടുതൽ റഷ്യയുമായി വ്യാപാരം നടത്തുന്നത് എന്ന്. അത് ശ്രദ്ധേയമായ ഒരു പോയിന്റാണ്. മാത്രമല്ല, പണ്ട് ഈ എണ്ണവിലയൊക്കെ പിടിച്ചു നിർത്താൻ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് അമേരിക്ക തന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നുവെന്നും ഇന്ത്യ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശരിയാണ്. ഒരു പുതിയ ലോകക്രമം രൂപപ്പെടുന്നു എന്ന് പറയാം. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് പഠിക്കാൻ എന്തെങ്കിലും പാഠങ്ങളുണ്ടോ? ലേഖനത്തിൽ 2 എണ്ണം പറയുന്നുണ്ടല്ലോ. ഉണ്ട്. ഒന്നാമത്തെ കാര്യം സ്ട്രാറ്റജിക് ഓട്ടോണമി, അതായത് തന്ത്രപരമായ സ്വയംഭരണാവകാശം. അത് ഇന്ത്യക്ക് ഇപ്പോഴും ഏറ്റവും നല്ല നയമാണെന്ന് ഇത് വീണ്ടും പറയുന്നു. അതായത് മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം താൽപര്യം നോക്കി തീരുമാനമെടുക്കുക. അതെ. രണ്ടാമത്തെ ഒരു പാഠം ഈ കയറ്റുമതിയെ മാത്രം ആശ്രയിച്ചുള്ള വളർച്ച, ആ ഒരു നിയോ ലിബറലിസം, അതിന്റെ കാലം ഒരുപക്ഷെ കഴിഞ്ഞു എന്നതാണ്. ലോകം കൂടുതൽ പ്രൊട്ടക്ഷനിസത്തിലേക്ക്, അതായത് സംരക്ഷണവാദത്തിലേക്ക് പോകുന്നു എന്നാണോ? അങ്ങനൊരു സൂചനയുണ്ട്. ഇപ്പോ പ്രിലിംസിനു വേണ്ടി ഈ ആശയങ്ങൾ ഓർത്തുവെക്കുന്നത് നല്ലതാണ്. തന്ത്രപരമായ സ്വയംഭരണാവകാശം, സ്വന്തം താൽപര്യം നോക്കി സ്വതന്ത്രമായി വിദേശനയം രൂപീകരിക്കുന്നത്. പിന്നെ നവ ഉദാരവൽക്കരണം, ഫ്രീ ട്രേഡൊക്കെ പ്രോത്സാഹിപ്പിച്ചത്. അതെ, അതുപോലെ സംരക്ഷണവാദം, അതായത് താരിഫൊക്കെ വെച്ച് ഇറക്കുമതി നിയന്ത്രിച്ച് സ്വന്തം വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നത്. ഈ സംരക്ഷണവാദവും പിന്നെ സഖ്യങ്ങളിലെ മാറ്റവുമൊക്കെ പറയുമ്പോ ഓക്കസിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ലേഖനത്തില്. ഓസ്ട്രേലിയ, UK, US. ഓസ്ട്രേലിയ ഫ്രാൻസുമായുള്ള ഡീൽ ഒഴിവാക്കിയാണ് ഇതിൽ ചേർന്നത്. അതെ. അപ്പോ സഖ്യങ്ങൾ പോലും എത്രത്തോളം ഒരു എന്താ പറയുക ട്രാൻസാക്ഷണൽ ആവാമെന്നതിന് ഉദാഹരണമാണ്. പ്രിലിംസിന് ഓർക്കാൻ മറ്റൊന്ന് ഓക്കസ്. ശരിയാണ്. ഇനിയിപ്പോ മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കിയാലും അതെങ്ങനെ വരും? ഈ US താരിഫ് ഭീഷണിയില്ലേ, അതൊരു വെറും സാമ്പത്തിക പ്രശ്നമല്ല. അത് ഇന്ത്യയുടെ ആ സ്ട്രാറ്റജിക് ഓട്ടോണോമിക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ് ശരിക്കും. ശരിയാണ്, റഷ്യയോടും US-നോടും ഒരേ സമയം ബന്ധം കൊണ്ടുപോകാനുള്ള ഇന്ത്യയുടെ കഴിവിനെ പരീക്ഷിക്കുന്നുണ്ട്. അതെ, പക്ഷേ ഇന്ത്യയുടെ പ്രതികരണം കണ്ടില്ലേ? പാശ്ചാത്യരുടെ ആ ഇരട്ടത്താപ്പിനെതിരെ കണക്കുകൾ വെച്ച് തന്നെ പ്രതികരിച്ചു. അത് ഗ്ലോബൽ സൗത്തിന്റെ ഒരു നേതാവെന്ന നിലയിലുള്ള ഇന്ത്യയുടെ ആത്മവിശ്വാസം കാണിക്കുന്നുണ്ട്. US-ന്റെ ആ ഒരു പ്രഷർ ടാക്ടിക്സ്, ട്രേഡിനെ ഒരു ജിയോ പൊളിറ്റിക്കൽ വെപ്പണായിട്ട് ഉപയോഗിക്കുന്നത്, അമേരിക്ക ഫസ്റ്റ് പോളിസി, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. തീർച്ചയായും. അതിനെല്ലാമുള്ള ഇന്ത്യയുടെ മറുപടി, നമ്മുടെ ദേശീയ താൽപര്യം, ഊർജ്ജ സുരക്ഷ, അതൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അപ്പൊ ഇന്ത്യയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി എന്തായിരിക്കും? ഈ ഒരു ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണറായ US-നെ പിണക്കാതെ, എന്നാൽ റഷ്യയുമായുള്ള ബന്ധം തുടരുകയും വേണം. ഇതൊരു ബാലൻസിംഗ് ആക്ടാണല്ലേ? വളരെ ശരിയാണ്. ഒരു ടൈറ്റ് വാക്കെന്ന് പറയാം. അപ്പോൾ ഇതിൽ നിന്ന് ഇന്ത്യക്കുള്ള പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ സ്ട്രാറ്റജിക് ഓട്ടോണമി അതൊന്നുകൂടി ഉറപ്പിക്കുക. ഏതെങ്കിലും ഒരു സൈനിക സഖ്യത്തിൽ പൂർണ്ണമായി ചേരുന്നത് അത് ചിലപ്പോൾ അപകടമാവാം. ശരി. 2, കയറ്റുമതി മാത്രം നോക്കാതെ നമ്മുടെ ആഭ്യന്തര ഡിമാൻഡ്, ഡൊമസ്റ്റിക് മാർക്കറ്റ് അത് വളർത്തുന്നതിൽ ശ്രദ്ധിക്കുക.
കാരണം ലോകമൊരു പക്ഷേ അങ്ങോട്ട് നീങ്ങാം. ശരിയാണ്, കൂടുതൽ അടങ്ങിയ സമ്പദ്വ്യവസ്ഥകളിലേക്ക്. അതെ. 3, യുഎസുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു ഈക്വൽ പാർട്ട്ണർ എന്ന നിലയിൽ വിധേയത്വമോ അല്ലെങ്കിൽ ഒരു നേർക്കുനേർ ഏറ്റുമുട്ടലോ അല്ലാതെ ഒരു നയതന്ത്രപരമായ സമീപനം. 4-മതായിട്ട് സോഫ്റ്റ് പവറിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. ഇന്ത്യയുടെ ആ ഒരു കൾച്ചറൽ ഇൻഫ്ലുവൻസ്, മറ്റു കാര്യങ്ങൾ അത് ബുദ്ധിപരമായി ഉപയോഗിക്കണം. ഇതൊക്കെ എന്താ പറയുക, പറയാൻ എളുപ്പമാണ്, പക്ഷെ നടപ്പാക്കുമ്പോൾ അതിൻ്റേതായ വെല്ലുവിളികളുണ്ട്. തീർച്ചയായും. അപ്പോ നിങ്ങൾക്ക് ഒന്നാലോചിക്കാൻ വേണ്ടി ഒരു ചോദ്യം കൂടി. ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ ഈ തന്ത്രപരമായ സ്വയംഭരണാവകാശം എന്നൊരാശയത്തിനപ്പുറം ഇന്ത്യയുടെ വിദേശ നയത്തിന് പുതിയ എന്തെങ്കിലും മാനങ്ങൾ വേണോ? നല്ലൊരു ചോദ്യമാണ്, ആലോചിക്കേണ്ട വിഷയം തന്നെ. ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. നന്ദി. അടുത്തതായി നമുക്ക് ദി ഹിന്ദു ദിനപത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ പങ്കുവച്ച ലേഖനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വിശകലനമാണ്. തിരഞ്ഞെടുപ്പ് വിശ്വാസ്യത, വെല്ലുവിളികളും പരിഹാരങ്ങളും. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതായത് ECI, അതിന്റെ വിശ്വാസ്യതയെ ചുറ്റിപ്പറ്റിയുള്ള ഇപ്പോഴത്തെ ചർച്ചകൾ, അതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പോ ഈ വിഷയം UPSC പരീക്ഷ എഴുതുന്നവർക്ക് നിങ്ങൾക്കിത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, അല്ലേ? തീർച്ചയായും. പ്രിലിംസിനും മെയിൻസിനും ഇത് ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. പ്രിലിംസിന്റെ കാര്യം നോക്കിയാൽ ഇന്ത്യൻ പോളിറ്റി, ഗവർണൻസ്, ആ ഭാഗത്ത് ECIയെക്കുറിച്ചും അതിന്റെ അധികാരങ്ങൾ, പിന്നെ ഈ EVM, VVPAT പോലുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മെയിൻസിലേക്ക് വരുമ്പോൾ GS പേപ്പർ 2 ഇല്ലേ, അതിൽ ECI ഒരു ഭരണഘടനാ സ്ഥാപനമെന്ന നിലയിൽ അതിന്റെ നിയമനം, അധികാരങ്ങൾ, ചുമതലകൾ, പിന്നെ ജനപ്രാതിനിധ്യ നിയമം, ജനാധിപത്യത്തിൽ സിവിൽ സമൂഹത്തിന്റെ പങ്ക്, അങ്ങനെ പലതുമായി ബന്ധപ്പെടുത്തിയത് മനസ്സിലാക്കണം. ശരി, അപ്പൊ നമുക്ക് ലേഖനത്തിലേക്ക് വരാം. ലേഖനത്തിലെ ഒരു പ്രധാന വാദം, തോൽക്കുന്ന ആൾക്ക് പോലും ആ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ഒരു വിശ്വാസം വരണം എന്നതാണ്. അപ്പോഴാണ് ഒരു തിരഞ്ഞെടുപ്പ് ശരിക്കും വിശ്വസനീയമാകുന്നതെന്ന്. അതൊരു അടിസ്ഥാനപരമായ കാര്യമല്ലേ? അതെ, അതുതന്നെയാണ് പ്രധാനം. പക്ഷെ ലേഖനം പറയുന്നൊരു കാര്യം, നിലവിൽ ECIക്ക് ഒരു വിശ്വാസ്യതയുടെ പ്രശ്നം, ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്ന വാദങ്ങൾ ഉയരുന്നുണ്ട്. ഓഹോ. ഉദാഹരണത്തിന് ബീഹാറിലെ വോട്ടർ പട്ടികയുടെ പുനഃപരിശോധനയെ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾ, പിന്നെ ഈ 2024 പൊതുതിരഞ്ഞെടുപ്പിലെ പോളിംഗ് ഡേറ്റയിലെ അത് പുറത്തുവിടുന്നതിലെ കാലതാമസം, ചില ക്രമക്കേടുകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ, ഇതൊക്കെ ലേഖനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് വോട്ടർ പട്ടിക ഉണ്ടാക്കുന്നത് മുതൽ ഇലക്ഷൻ ഡേറ്റ് തീരുമാനിക്കുന്നത്, പെരുമാറ്റച്ചട്ടം നടപ്പാക്കുന്നത്, വോട്ട് എണ്ണുന്നത്, പരാതികൾ കേൾക്കുന്നത്, ഇതിലൊക്കെ ECIയെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്ന്, അല്ലേ? ശരിയാണ്. പല കാര്യങ്ങളിലും ചോദ്യങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ VVPAT സംവിധാനം, അതിന്റെ സുതാര്യതയെക്കുറിച്ച് ചില ആശങ്കകൾ ലേഖനം പറയുന്നുണ്ട്. പിന്നെ ഈ VVPAT സ്ലിപ്പുകൾ എണ്ണുന്ന രീതിയില്ലേ, നിലവിൽ റാൻഡമായിട്ട് 5 ബൂത്തിലെ സ്ലിപ്പുകൾ മാത്രം എണ്ണുന്നത്, അത് പൂർണ്ണമായ ഒരു ഉറപ്പ് നൽകുന്നില്ല എന്ന് ചിലർ പറയുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ റാൻഡം സെലക്ഷൻ പ്രോസസ് ഒരുപോലെ നിരീക്ഷിക്കാൻ പറ്റുന്നില്ല എന്നും ചില ആക്ഷേപങ്ങളുണ്ട്. ശരി, നമ്മളിപ്പോ ഈ വിഷയത്തിൽ സ്ഥിരം കേൾക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. ECI, EVM, VVPAT, റാൻഡം ടാലിയിങ്. സാധാരണക്കാർക്ക് കൂടി മനസ്സിലാവാനായിട്ട് ഇതൊന്ന് ലളിതമായി പറയാമോ? പറയാം. ECI എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 പ്രകാരമുണ്ടാക്കിയ ഒരു സ്വയംഭരണാധികാരമുള്ള സ്ഥാപനമാണ്. രാജ്യത്ത് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് ഇലക്ഷൻ നടത്തുക, അതാണ് പ്രധാന ജോലി. EVM, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, വോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം. ഇതിന് 3 ഭാഗങ്ങളുണ്ട്. 1, ബാലറ്റ് യൂണിറ്റ്, വോട്ടർ ഇതുപയോഗിച്ചാണ് വോട്ട് ചെയ്യുന്നത്. 2, കൺട്രോൾ യൂണിറ്റ്, ഇത് പോളിംഗ് ഓഫീസറുടെ കയ്യിലായിരിക്കും, വോട്ടുകൾ ഇതിലാണ് രേഖപ്പെടുത്തുന്നത്. പിന്നെ 3-മത്തേതാണ് VVPAT, വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് കാണിക്കുന്ന ഒരു പേപ്പർ സ്ലിപ്പ് പ്രിന്റായി വരും. ഒരു 7 സെക്കൻഡ് നമുക്കത് കാണാം. എന്നിട്ട് ആ സ്ലിപ്പ് താഴെയുള്ളൊരു പെട്ടിയിലേക്ക് വീഴും. അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത വോട്ടിനൊരു തെളിവ് കിട്ടി. അതാണ് സംഭവം. റാൻഡം ടാലിയിങ് ഓഫ് VVPAT, ഇപ്പോൾ സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും റാൻഡമായിട്ട് 5 പോളിംഗ് ബൂത്തുകൾ തിരഞ്ഞെടുക്കും. എന്നിട്ട് അവിടുത്തെ VVPAT സ്ലിപ്പുകൾ എണ്ണി അത് EVMലെ വോട്ടുമായിട്ട് ഒത്തുനോക്കും. പക്ഷേ ഈ 5 എണ്ണം എന്നത് പൂർണ്ണമല്ല.
അത് പോരാ എന്നുള്ള വിമർശനങ്ങളുണ്ട്. ഓക്കെ. അപ്പോ ഈ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതിനൊരു വലിയ ചിത്രം എന്താണ്? വിശകലനം ചെയ്യുമ്പോൾ ഈ പറയുന്ന വിശ്വാസ പ്രതിസന്ധി അതിന് പ്രാധാന്യം എന്താണ്? പ്രത്യേകിച്ച് മെയിൻസ് പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ. നോക്കൂ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൂണാണ് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ്. ECI ആണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ബഹുമാനിക്കുന്ന സ്ഥാപനങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ ലേഖനം പറയുന്ന പോലെ ഒരു വിശ്വാസ പ്രതിസന്ധി അല്ലെങ്കിൽ വിശ്വാസ്യതയെക്കുറിച്ചൊരു ചോദ്യം ഉയരുന്നത് അത് നമ്മൾ നിസ്സാരമായി കാണരുത്. ശരിയാണ്. ഇത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണ്. പൗരന്മാർക്ക് ഈ പ്രക്രിയയിലുള്ള വിശ്വാസം അതാണ് പ്രധാനം. ഇത് വെറുമൊരു ടെക്നോളജിയുടെ പ്രശ്നം മാത്രമല്ല, അതിനപ്പുറം ആ അടിസ്ഥാന വിശ്വാസത്തിന്റെ കാര്യമാണ്. ഇവിടെ രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ECIയുടെ ശക്തി എന്നത് അതിന്റെ സ്വാതന്ത്ര്യമാണ്. പിന്നെ EVVPAT പോലുള്ള സാങ്കേതിക വിദ്യകളുടെ കിട്ടിയ കാര്യക്ഷമതയുമാണ്. പക്ഷെ മറുവശത്ത് വിശ്വാസ്യതയിലൊരു ചെറിയ സംശയം വന്നാൽ പോലും സുതാര്യതയില്ലായ്മയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ, ചിലപ്പോൾ പക്ഷപാതപരമായി പെരുമാറുന്നു എന്നൊരു തോന്നൽ, ഇതൊക്കെ വലിയ വെല്ലുവിളികളായി മാറും. അപ്പൊ ഈ വെല്ലുവിളികൾക്ക് പരിഹാരമായിട്ട് ലേഖനം എന്തെങ്കിലും പറയുന്നുണ്ടോ? ഉണ്ട്. പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, കൂടുതൽ സുതാര്യത വേണം. ഉദാഹരണത്തിന് ഈ VVPAT സോഫ്റ്റ്വെയറിന്റെ വിവരങ്ങൾ, ഓഡിറ്റ് റിപ്പോർട്ടുകൾ അതൊക്കെ പങ്കുവയ്ക്കുന്ന കാര്യം ആലോചിക്കാം. 2, VVPAT സ്ലിപ്പുകൾ എണ്ണുന്ന രീതി മാറ്റണം. ചിലപ്പോൾ എണ്ണം കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ ആ റാൻഡം സെലക്ഷൻ രീതി മാറ്റേണ്ടി വരും. 3, ജനങ്ങളുമായും രാഷ്ട്രീയ പാർട്ടികളുമായുമൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുക, കാര്യങ്ങൾ വ്യക്തമാക്കുക. 4, ഒരു പ്രധാന കാര്യം, തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന പ്രക്രിയ അത് കൂടുതൽ സുതാര്യവും നിഷ്പക്ഷവുമാക്കണം. അനൂപ് ബറൻവാൾ കേസ് നമ്മളിവിടെ ഓർക്കണം. ആ വിധിക്ക് ശേഷം പുതിയ നിയമം വന്നെങ്കിലും നിയമനത്തിലെ നിഷ്പക്ഷത സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ നിയമന പ്രക്രിയയിലെ സുതാര്യത എങ്ങനെയാണ് വിശ്വാസം കൂട്ടാൻ സഹായിക്കുന്നത്? ഒന്ന് വിശദമാക്കാമോ? തീർച്ചയായും. അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരുടെയും പക്ഷം പിടിക്കാതെ പ്രവർത്തിക്കുമെന്നൊരു ഉറപ്പ് ജനങ്ങൾക്ക് വേണം, അല്ലേ? ആ ഉറപ്പ് കിട്ടുന്നതിൽ കമ്മീഷണർമാരെ എങ്ങനെ നിയമിക്കുന്നു എന്നതിന് വലിയ പങ്കുണ്ട്. ശരി. നിയമനം മൊത്തത്തിൽ ഗവൺമെന്റിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നടക്കുന്നത് എന്നൊരു തോന്നലുണ്ടായാൽ പിന്നെ കമ്മീഷൻ എടുക്കുന്ന തീരുമാനങ്ങളെ ആളുകൾ സംശയത്തോടെ കാണും. അപ്പോ നിയമനത്തിൽ കൂടുതൽ സുതാര്യതയും ഒരു ബാലൻസും കൊണ്ടുവരുന്നത് അത് കമ്മീഷൻ നിഷ്പക്ഷമാണെന്ന വിശ്വാസം കൂട്ടാൻ സഹായിക്കും. ചുരുക്കത്തിൽ, കാര്യക്ഷമത മാത്രം പോരാ, ന്യായമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതും ECIയുടെ വലിയൊരു കടമയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണിതൊക്കെ. അപ്പോൾ ഈ ലേഖനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വെറും രാഷ്ട്രീയ പാർട്ടികളുടെ സംശയം മാറ്റിയാൽ പോരാ, ഓരോ സാധാരണ പൗരനും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പൂർണ്ണ വിശ്വാസം വരണം എന്നതാണ് യഥാർത്ഥ വെല്ലുവിളി. കാര്യക്ഷമതയും സുതാര്യതയും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാമെന്നത് എപ്പോഴും ഒരു ചോദ്യം തന്നെയാണ്. ഈ വിശ്വാസം ഒന്നുകൂടി ഉറപ്പിക്കാൻ ECIക്ക് ഇനിയും എന്തൊക്കെ ചെയ്യാനാവും എന്നത് നിങ്ങൾക്കും ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. അടുത്തതായി നമുക്ക് ദ ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബംഗ്ലാദേശിലെ നിലവിലെ രാഷ്ട്രീയ പ്രതിസന്ധിയെക്കുറിച്ചാണ്. ബംഗ്ലാദേശ് പ്രതിസന്ധി, ഇന്ത്യയുടെ സമീപനം എന്നൊരു ലേഖനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലെ വിവരങ്ങൾ വെച്ച് അവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്, അത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും, പ്രത്യേകിച്ച് UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ആഴത്തിൽ നോക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ തൊട്ടയൽപ്പക്കത്ത് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണല്ലേ. ആദ്യം തന്നെ UPSC പരീക്ഷയ്ക്ക് ഇത് എത്രത്തോളം പ്രധാനമാണെന്ന് നോക്കാം. പ്രിലിംസിന് അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്ന ഭാഗത്ത് ഇന്ത്യയും അയൽ രാജ്യങ്ങളും, അവിടെ ബംഗ്ലാദേശ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രാദേശിക കൂട്ടായ്മകളും. മെയിൻസിലേക്ക് വന്നാൽ GS പേപ്പർ 2, അവിടെ ഇന്ത്യയും അയൽ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ, മറ്റ് രാജ്യങ്ങളിലെ രാഷ്ട്രീയം ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു, അതുപോലെ ഇന്ത്യ ഭാഗമായുള്ള ഉഭയകക്ഷി പ്രാദേശിക കരാറുകൾ, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരാവുന്ന വിഷയങ്ങളാണ്. ശരി, ഇനി ഈ ലേഖനത്തിലെ പ്രധാന കാര്യങ്ങളിലേക്ക് കടക്കാം. 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്തായി. അതിനുശേഷം പ്രൊഫസർ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ ഒരിടക്കാല സർക്കാർ വന്നു. പക്ഷേ അവർ കൊടുത്ത പല വാഗ്ദാനങ്ങളും പാലിക്കുന്നില്ല എന്നാണ് ലേഖനം പറയുന്നത്. അതെ.
ലേഖകൻ എടുത്തു പറയുന്നൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഭരണമാറ്റം അതൊരു വെറും വിദ്യാർത്ഥി പ്രക്ഷോഭം എന്നതിലുപരി ജമാഅത്തെ ഇസ്ലാമി, അതായത് അവിടുത്തെ ഒരു തീവ്ര ഇസ്ലാമിക പാർട്ടിയുടെ ഒരു ആസൂത്രിത നീക്കമായിരുന്നു എന്നാണ്. ഒരു ഇടക്കാല സർക്കാരിൻ്റെ പ്രധാന ജോലി എന്താ? തെരഞ്ഞെടുപ്പ് നടത്തുക, അല്ലേ? പക്ഷേ ഇവിടെ ഭരണഘടനാ പരിഷ്കാരങ്ങളുടെ പേര് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാൻ നോക്കുന്നു. അതാണൊരു പ്രധാന ആശങ്ക. അതുമാത്രമല്ല, ഈ ഭരണത്തിന് കീഴിൽ ന്യൂനപക്ഷങ്ങൾക്കു നേരെ, അതായത് ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, ബുദ്ധമതക്കാർ, ഇവർക്കെതിരെയും പിന്നെ മുൻ ഭരണകക്ഷിയായ അവാമി ലീഗിന്റെ പ്രവർത്തകർക്കെതിരെയും അക്രമങ്ങൾ നടക്കുന്നുണ്ട്, വ്യാപകമായി തന്നെ. മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു, ജുഡീഷ്യറിയെ ദുർബലപ്പെടുത്തുന്നു, അങ്ങനെ പലതും ലേഖനത്തിൽ പറയുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതിയും കൂടുതൽ മോശമാവുകയാണ്. ഇതിനിടയില് ലേഖനം പറയുന്ന ഒരു പ്രധാന കാര്യം, ഈ പുതിയ സർക്കാർ ഇന്ത്യയോട് അത്ര സൗഹൃദപരമായിട്ടല്ല പെരുമാറുന്നതുമെന്നും ചൈന, പാകിസ്ഥാൻ ഇവരുമായി ഒരു പുതിയ അച്ചുതണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുമുള്ളൊരു സൂചനയുണ്ട്. അത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതേസമയം ഈയൊരു സാഹചര്യത്തിലും ഇന്ത്യ വളരെ ക്ഷമയോടെയുള്ളൊരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ജനാധിപത്യം അവിടെ തിരികെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ലേഖനം പറയുന്നുണ്ട്. ഈ വിഷയത്തില് നമ്മൾ ഓർത്തിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ, കോർ കോൺസെപ്റ്റ്സ് ഉണ്ടല്ലേ? തീർച്ചയായും. പ്രധാനമായി 3. ഒന്ന്, കാവൽ സർക്കാർ അഥവാ കെയർടേക്കർ ഗവൺമെന്റ്. ബംഗ്ലാദേശിൽ പൊതുതിരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി ഒരു 90 ദിവസത്തേക്ക് ഭരണം നടത്തുന്ന നിഷ്പക്ഷ സംവിധാനമാണിത്. പക്ഷേ നിലവിലെ സർക്കാർ നിഷ്പക്ഷമല്ല എന്നാണ് ലേഖകൻ പറയുന്നത്. 2, ജമാഅത്തെ ഇസ്ലാമി JEI. ഇതൊരു ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടിയാണ്. 1971 വിമോചന യുദ്ധത്തെ എതിർത്തതിന്റെ പേരിൽ വിവാദങ്ങളുണ്ട്. 3, 1971 വിമോചന യുദ്ധം, ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ യുദ്ധം. ഇന്ത്യയുടെ പങ്ക് വളരെ വലുതായിരുന്നു. ഇത് ബംഗ്ലാദേശ് ദേശീയതയുടെയും ഇന്ത്യ-ബംഗ്ലാദേശ് ബന്ധത്തിന്റെയും ഒരു അടിസ്ഥാനമാണ്. ശരി. അപ്പോ മെയിൻസ് പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിലെ ഈ പ്രശ്നങ്ങൾ ഇന്ത്യക്ക് ഇത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത്? അതാണ് പ്രധാനം. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്കും ഈ മേഖലയിലെ സ്ഥിരതയ്ക്കും ബംഗ്ലാദേശിലെ സാഹചര്യം വളരെ നിർണായകമാണ്. ഇന്ത്യക്കെപ്പോഴും വേണ്ടത് ഒരു സുസ്ഥിരമായ, സൗഹൃദപരമായ, മതേതര ബംഗ്ലാദേശാണ്. കാരണങ്ങൾ പലതാണ്. 1, നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സുരക്ഷ. അതിന് ബംഗ്ലാദേശിന്റെ സഹകരണം വേണം. 2, കണക്ടിവിറ്റി. ആക്ട് ഈസ്റ്റ് പോളിസിയൊക്കെയില്ലേ, അതിലെ പല പദ്ധതികൾക്കും ബംഗ്ലാദേശ് വേണം. അതെ. 3, സാമ്പത്തികം. ദക്ഷിണേഷ്യയിലെ നമ്മുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ണറാണ് ബംഗ്ലാദേശ്. 4, തീവ്രവാദം തടയുന്നതിൽ സഹകരണം. പിന്നെ ആ മേഖലയിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും സ്വാധീനം കൂടുന്നത് അത് ഇന്ത്യക്കത്ര നല്ലതല്ല. ലേഖനം ഇന്ത്യയുടെ ഒരു പോളിസി ഡിലമ്മയെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ, ഒരു നയപരമായ ആശയക്കുഴപ്പം. എന്ത് ചെയ്യണം എന്നുള്ളൊരു. ശരിയാണ്, അതൊരു വലിയ ചോദ്യമാണ്. ഇന്ത്യ ഇപ്പോൾ ക്ഷമയോടെ ഇടപെടാതെ കാര്യങ്ങൾ നോക്കിക്കാണുകയാണ്. പേഷ്യന്റ് നോൺ ഇന്റർഫറൻസ് അപ്രോച്ച്. അതിന് ഗുണങ്ങളുണ്ട്. മറ്റുള്ളവരുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുന്നില്ല, വലിയേട്ടൻ കളിക്കുന്നു എന്ന ആരോപണം ഒഴിവാക്കാം. പക്ഷേ ദോഷങ്ങളുമുണ്ട്. ഇന്ത്യ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ചൈനയ്ക്കും പാകിസ്ഥാനും അവിടെ സ്വാധീനം കൂട്ടാൻ അവസരം കിട്ടും. അത് നമ്മുടെ സുരക്ഷയ്ക്കും സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കും ദോഷമാണ്. പിന്നെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളിൽ ഒരു ശക്തമായ നിലപാടെടുക്കാതിരിക്കുന്നതും വിമർശിക്കപ്പെടാം. അപ്പോൾ ലേഖനം പറയുന്ന ഒരു സമതുലിതമായ വഴി, അതാണ് ശ്രദ്ധേയം. നിലവിലെ ക്ഷമയോടെയുള്ള നയം തുടരാം, പക്ഷെ വെറുതെ ഇരിക്കരുത്. നിശബ്ദ നയതന്ത്രം ഉപയോഗിക്കണം. അതായത് ബംഗ്ലാദേശ് സൈന്യവുമായും മറ്റ് ജനാധിപത്യ പാർട്ടികളുമായുമൊക്കെ ബന്ധം നിലനിർത്തണം. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ശക്തമായി തന്നെ പറയണം. ഇന്ത്യയുമായുള്ള നല്ല ബന്ധം അവരുടെ സാമ്പത്തിക ഭാവിക്കും നല്ലതാണെന്ന് ഓർമ്മിപ്പിക്കണം. പിന്നെ മറ്റ് ജനാധിപത്യ രാജ്യങ്ങളുമായി സഹകരിച്ച് അവിടെ തിരഞ്ഞെടുപ്പ് നടത്താൻ ഒരു നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുകയും വേണം. ആത്യന്തികമായി നമുക്ക് വേണ്ടത് സ്ഥിരതയും ജനാധിപത്യവും മതേതരത്വവുമുള്ള ഒരു ബംഗ്ലാദേശാണ്. അതാണ് ഇന്ത്യയുടെ താൽപ്പര്യം. അപ്പോൾ ബംഗ്ലാദേശിലെ ഈയൊരു സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യവും അത് ഇന്ത്യക്ക് മുന്നോട്ട് വയ്ക്കുന്ന വെല്ലുവിളികളും ഇന്ത്യക്ക് സ്വീകരിക്കാവുന്ന വഴികളുമൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. ഇതിന്റെ പല വശങ്ങളും പ്രത്യേകിച്ച് ഇന്ത്യയുടെ താൽപ്പര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അയൽപ്പക്കത്തൊരു അസ്ഥിരത വരുമ്പോൾ ഇന്ത്യ എങ്ങനെ അതിനെ നേരിടണമെന്നത് എപ്പോഴും ഒരു പ്രധാന വിഷയമാണ്. ശരി, ഇനി നമുക്ക് ദി ഹിന്ദു പത്രത്തിൽ നിന്നുള്ള
മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. അപ്പൊ ഇന്ന് നമുക്ക് ഇന്ത്യയിലെ ബാറ്ററി മാലിന്യം അതൊരു വെല്ലുവിളിയായി മാറുന്നതിനെക്കുറിച്ച് കുറച്ചു കാര്യങ്ങൾ സംസാരിച്ചാലോ? ആവാം. നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ഈ വിഷയം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും നമുക്കൊന്ന് നോക്കാം. ഇതിനായി ചില ലേഖനങ്ങളും റിപ്പോർട്ടുകളുമുണ്ട് നമ്മുടെ കയ്യിൽ. തീർച്ചയായും. ഇത് UPSC പരീക്ഷയുടെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഓക്കേ. പ്രിലിംസ് നോക്കുകയാണെങ്കിൽ പരിസ്ഥിതിക്ക് കീഴിൽ വരുന്ന ഈ മാലിന്യം, ഈ ബാറ്ററി മാലിന്യ സംസ്കരണ നിയമങ്ങൾ, പിന്നെ EPR, ചാക്രിക സമ്പദ്വ്യവസ്ഥ, ഇതൊക്കെ വരും. അതുപോലെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ ഭാഗത്തും ചോദ്യങ്ങൾ വരാം. പുനരുപയോഗ ഊർജം, ഇലക്ട്രിക് വാഹനങ്ങൾ, അങ്ങനെ. സയൻസ് ആൻഡ് ടെക്കിൽ ലിഥിയം അയോൺ ബാറ്ററികളെക്കുറിച്ചും ചോദിക്കാം. ശരി. മെയിൻസിനോ? മെയിൻസിലാണെങ്കിൽ GS പേപ്പർ 3ൽ പരിസ്ഥിതി സംരക്ഷണം, മലിനീകരണം, ശാസ്ത്ര സാങ്കേതികം, പിന്നെ നമ്മുടെ എക്കോണമിയിലെ പ്ലാനിംഗ്, റിസോഴ്സ് മൊബിലൈസേഷൻ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരാം. ഓക്കെ. അപ്പൊ ഈ വിഷയം ഇന്ത്യ ഇപ്പോ ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും EV, പുനരുപയോഗ ഊർജത്തിലേക്കുമൊക്കെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതെ അതെ. അതോടെ ലിഥിയം ബാറ്ററികളുടെ ഉപയോഗം സ്വാഭാവികമായിട്ടും കൂടും. ഇത് ഭാവിയിൽ ഒരു വലിയ മാലിന്യ പ്രതിസന്ധിക്ക് കാരണമാകുമോ? അതാണോ ഇവിടത്തെ പ്രധാന ആശങ്ക? അതൊരു പ്രധാന ആശങ്കയാണ്, തീർച്ചയായും. ഇതിനെ നേരിടാൻ സർക്കാർ ചില നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആ നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിലേക്കല്ലേ നമ്മൾ കടക്കുന്നത്? അതെ. സർക്കാർ 2022-ൽ ബാറ്ററി മാലിന്യ സംസ്കരണ നിയമങ്ങൾ, അതായത് BWMR കൊണ്ടുവന്നു. BWMR 2022. അതെ. അതിന്റെ പ്രധാന ആശയം എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി അഥവാ EPR ആണ്. EPR, നിർമ്മാതാക്കളുടെ ഉത്തരവാദിത്തം. അതെ. അതായത് ബാറ്ററി ഉണ്ടാക്കുന്ന കമ്പനികൾ തന്നെ അത് ഉപയോഗം കഴിഞ്ഞ് മാലിന്യമാവുമ്പോൾ ശേഖരിക്കാനും റീസൈക്കിൾ ചെയ്യാനും ഉത്തരവാദിത്തപ്പെട്ടവരാകുന്നു. ഇത് നല്ലൊരു കാര്യമാണ് തത്വത്തിൽ. പക്ഷേ ഈ റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിന്റെ നടത്തിപ്പിൽ ഒരു പ്രശ്നമുണ്ടെന്നാണ്. എന്താണത്? പ്രധാന പ്രശ്നം EPR സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ടതാണ്. നിർമ്മാതാക്കൾ അവരുടെ റീസൈക്ലിംഗ് ലക്ഷ്യം പൂർത്തിയാക്കാൻ റീസൈക്കിൾ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ഒരു തുക നൽകണം. ശരി. ഇതിനൊരു കുറഞ്ഞ വില, ഒരു ഫ്ലോർ പ്രൈസ് സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഫ്ലോർ പ്രൈസ് അത് വളരെ താഴ്ന്ന നിലയിലാണെന്നാണ് കാണുന്നത്. ഓ, അതാണോ കാര്യം? കുറഞ്ഞ ഫ്ലോർ പ്രൈസ്. അതെ. ഇതാണ് ഈ വിശകലനത്തിലെ പ്രധാന പോയിന്റ്. ഈ വില കുറവായതുകൊണ്ട് എന്ത് സംഭവിക്കും? അതായത് നിയമപരമായി നല്ല സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് പരിസ്ഥിതിക്ക് ദോഷമില്ലാതെ റീസൈക്കിൾ ചെയ്യുന്ന കമ്പനികൾക്ക് ഇതൊട്ടും ലാഭകരമല്ലാതാവും. ഓക്കെ. നഷ്ടത്തിലേക്ക് പോകും. അതെ. അതേസമയം ഒരു ചിട്ടയുമില്ലാതെ ഒരുപക്ഷെ അപകടകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന അനൗപചാരിക റീസൈക്ലർമാർക്ക് ഇത് പ്രോത്സാഹനമാകും. അവർക്ക് കുറഞ്ഞ ചെലവിൽ പ്രവർത്തിച്ച് ഈ സർട്ടിഫിക്കറ്റ് വഴി ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞേക്കും. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തില് നമ്മൾ കണ്ട പോലത്തെ ഒരു പ്രശ്നത്തിലേക്കാണോ പോകുന്നത്? അതായത് നിയമം നല്ലതാണെങ്കിലും ഒരു ചെറിയ പിഴവ് കാരണം മൊത്തം സംവിധാനവും താളം തെറ്റുന്നു. അങ്ങനൊരു അപകട സാധ്യതയുണ്ട്. ഇത് പരിസ്ഥിതിക്ക് മാത്രമല്ല ദോഷം, നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്കും വലിയ നഷ്ടമാണ്. അതെങ്ങനെയാണ്? ഈ ബാറ്ററികളിൽ ലിഥിയം, കോബാൾട്ട്, നിക്കൽ പോലുള്ള വളരെ വിലപിടിപ്പുള്ള തന്ത്രപ്രധാനമായ ധാതുക്കളുണ്ട്. ഇവ നേരെ ചൊവ്വെ റീസൈക്കിൾ ചെയ്ത് വീണ്ടെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇവയൊക്കെ ഇറക്കുമതി ചെയ്യേണ്ടി വരും. അത് വലിയ വിദേശ നാണ്യനഷ്ടമുണ്ടാക്കും. നമ്മൾ ലക്ഷ്യമിടുന്ന ആ ചാക്രിക സമ്പദ്വ്യവസ്ഥ എന്ന ആശയത്തിനും ഇതെതിരാണ്. ഇത് ഗൗരവമുള്ള കാര്യം തന്നെ. അപ്പോൾ പ്രിലിംസിന് തയ്യാറെടുക്കുന്ന നിങ്ങൾ കോർത്തുവെക്കാൻ പറ്റിയ ചില പ്രധാന ആശയങ്ങൾ ഒന്നുകൂടി പറയാമോ? പറയാം. പ്രധാനമായിട്ടും ഓർക്കേണ്ടത്: 1. ബാറ്ററി മാലിന്യ സംസ്കരണ നിയമങ്ങൾ 2022, BWMR 2022. ഇത് 2001-ലെ നിയമങ്ങൾക്ക് പകരമുള്ളതാണ്. എല്ലാതരം ബാറ്ററികൾക്കും EPR ബാധകമാക്കുന്നു. ശരി. 2. എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി EPR എന്ന ആശയം. ഉൽപ്പന്നത്തിന്റെ മാലിന്യത്തിന്റെ ഉത്തരവാദിത്തം നിർമ്മാതാവിന്. 3. ചാക്രിക സമ്പദ്വ്യവസ്ഥ സർക്കുലർ എക്കോണമി. അതായത് ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്ന രീതിക്ക് പകരം പുനരുപയോഗം, പുനർചംക്രമണം എന്നിവയിലൂടെ വിഭവങ്ങൾ സംരക്ഷിക്കുക. ഓക്കെ. 4. EPR സർട്ടിഫിക്കറ്റുകൾ റീസൈക്ലിംഗ് ലക്ഷ്യം കൈവരിക്കാൻ നിർമ്മാതാക്കൾക്ക് ഉപയോഗിക്കാവുന്ന, കൈമാറ്റം ചെയ്യാവുന്ന സർട്ടിഫിക്കറ്റുകൾ. നന്നായി. ഇനി മെയിൻസിന്റെ കാഴ്ചപ്പാടിൽ നോക്കിയാലോ? ഇന്ത്യയുടെ ഈ ഹരിത ലക്ഷ്യങ്ങൾ, അതായത് 2070-ലെ നെറ്റ് സീറോ, EV പ്രോത്സാഹനം, ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ഇത് തന്നെ
മറ്റൊരു പാരിസ്ഥിതിക പ്രശ്നത്തിന് ഈ ബാറ്ററി മാലിന്യ പ്രതിസന്ധിക്ക് എങ്ങനെ കാരണമാകുന്നു എന്ന് വിശകലനം ചെയ്യേണ്ടി വരും അല്ലേ? തീർച്ചയായും അതും ഒരു പ്രധാന ചോദ്യമാണ്. അതുപോലെ BWMR 2022 പോലെ നല്ല ഉദ്ദേശത്തോടെയുള്ള ഒരു നിയമം, അതിലെ ഈ EPR ഫ്ലോർ പ്രൈസ് എന്നൊരു ഘടകം കാരണം എങ്ങനെ പരാജയപ്പെടാം എന്നത് ഭരണപരമായ ഒരു പാഠം കൂടിയാണ്. ശരിയാണ്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ, അപകടകരമായ മാലിന്യം ശരിയായ രീതിയിൽ സംസ്കരിക്കപ്പെടാതെ പോകുന്നത്, പരിസ്ഥിതിക്കും മനുഷ്യരുടെ ആരോഗ്യത്തിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ ഈ വിലയേറിയ ധാതുക്കൾ നഷ്ടപ്പെടുന്നത്, ഇതൊക്കെ വിശകലനം ചെയ്യണം. അപ്പോ ഇന്ത്യയുടെ ഈ സമീപനത്തിൽ നല്ല വശങ്ങളും ഈ ലേഖനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ദൗർബല്യങ്ങളും ഉണ്ട്. അതെ, നല്ല വശം പുരോഗമനപരമായ നിയമങ്ങളുണ്ട്, ഹരിത ഊർജത്തിൽ ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ ദൗർബല്യമെന്താണ്? ഈ ഫ്ലോർ പ്രൈസിലെ അപാകത, അനൗപചാരിക മേഖലയുടെ നിയന്ത്രണമില്ലാത്ത വളർച്ച, ധാതുക്കളുടെ നഷ്ടം, നിയമം നടപ്പാക്കുന്നതിലെ ചില പ്രശ്നങ്ങൾ, ഇവയൊക്കെയാണ് വിമർശനങ്ങൾ. ഇതിനൊരു പരിഹാരം വേണ്ടേ? എന്താണ് മുന്നോട്ടുള്ള വഴി? തീർച്ചയായും ഏറ്റവും പ്രധാനം, ഈ ലേഖനങ്ങൾ പറയുന്ന പോലെ റീസൈക്ലിങ്ങിന് വരുന്ന യഥാർത്ഥ ചെലവ് പരിഗണിച്ച് ന്യായമായ ഒരു EPR ഫ്ലോർ പ്രൈസ് നിശ്ചയിക്കുക എന്നതാണ്. അത് അത്യാവശ്യമാണ്. പിന്നെ നിയമം കർശനമായി നടപ്പാക്കണം. ഡിജിറ്റൽ ട്രാക്കിംഗ്, ഓഡിറ്റിംഗ്, നിയമം ലംഘിക്കുന്നവർക്ക് നല്ല പിഴ ചുമത്തുക, ഇതൊക്കെ വേണം. ഈ അനൗപചാരിക മേഖലയെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അവരെങ്ങനെ ഇതിന്റെ ഭാഗമാക്കാം? നല്ല ചോദ്യമാണ്. അവരെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം. അവർക്ക് ആവശ്യമായ പരിശീലനം, സാങ്കേതിക സഹായം ഒക്കെ നൽകി സുരക്ഷിതമായി റീസൈക്കിൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കണം. അതോടൊപ്പം ഇന്ത്യയിൽ തന്നെ മികച്ച ബാറ്ററി റീസൈക്ലിംഗ് സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനുള്ള ഗവേഷണത്തിനും ആരാണ്ടിയം നല്ല പിന്തുണ കൊടുക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇതൊരു പാരിസ്ഥിതിക പ്രശ്നം മാത്രമല്ല, ഇത് സാമ്പത്തികവും തന്ത്രപരവുമായ ഒരു വിഷയമാണ്. ശരിയായ നയങ്ങളും കൃത്യമായ നടത്തിപ്പുമുണ്ടെങ്കിൽ ഈ ബാറ്ററി മാലിന്യ വെല്ലുവിളിയെ ഇന്ത്യയുടെ ഹരിത വളർച്ചയ്ക്കുള്ള ഒരു വലിയ അവസരമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. ഇതിലെ സാധ്യതകളെയും വെല്ലുവിളികളെയും കുറിച്ച് നിങ്ങൾ കൂടുതൽ ആലോചിക്കുമല്ലോ. തീർച്ചയായും. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. അടുത്തതായി നമുക്ക് ദ ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകാം. നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്നത് ഇന്ത്യയിലെ COVID-19 മരണനിരക്കുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഈ ഔദ്യോഗിക കണക്കുകളും യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്ന് കരുതുന്ന മരണങ്ങളും തമ്മിലുള്ളൊരു വ്യത്യാസത്തെക്കുറിച്ച്. അതെ, കോവിഡ് അധിക മരണം, മറച്ചുവെച്ച കണക്കുകളും പാഠങ്ങളും എന്നൊരു ലേഖനത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു, ഇതിൽ നിന്നെന്ത് പഠിക്കാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. തീർച്ചയായും ഈ വിഷയം പൊതുവെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ ഈ സിവിൽ സർവീസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ. പ്രത്യേകിച്ച് പ്രിലിംസിന്, ആരോഗ്യം, പിന്നെ ഈ ഭരണ സംവിധാനം, CRS, NFHS പോലെയുള്ളവ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. മെയിൻസിലാണെങ്കിൽ GS പേപ്പർ 2-ൽ ആരോഗ്യമേഖല, സർക്കാർ നയങ്ങൾ, പിന്നെ GS പേപ്പർ 3-ൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതായത് ദുരന്ത നിവാരണം, ഇതിലൊക്കെ ഇത് വരും. ശരി ശരി. അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ? ഈ പറയുന്ന വ്യത്യാസം അത് എത്രത്തോളം വലുതാണ്? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം, അതായത് CRS. ജനനമരണങ്ങള് രജിസ്റ്റർ ചെയ്യുന്ന സംവിധാനം. അതെ അതെ. ആ CRS ഡേറ്റ അനുസരിച്ച് കോവിഡ് കാലത്ത് ശരിക്കും പറഞ്ഞ 2021-ൽ മരണസംഖ്യയിൽ ഭയങ്കര ഒരു വർധനവ് കാണിക്കുന്നുണ്ട്. ഓഹോ. ഇപ്പോൾ ഔദ്യോഗികമായിട്ട് കോവിഡ് മരണം പറഞ്ഞത് ഏകദേശം ഒരു 5.33 ലക്ഷമല്ലേ? അതെ. പക്ഷേ 2019-ൽ മൊത്തം 76.4 ലക്ഷം മരണങ്ങളാണ് നമ്മുടെ CRSൽ രേഖപ്പെടുത്തിയത്. എന്നാൽ 2021-ൽ അത് 1.02 കോടിയായി. 1.02 കോടി. വലിയ വ്യത്യാസമാണല്ലോ. ഭയങ്കര വ്യത്യാസം. അപ്പോൾ ഈ കൂടിയ കണക്കിലെ ഇത് ലോകാരോഗ്യ സംഘടന, അതായത് WHO പറഞ്ഞൊരു കണക്കുണ്ട്. ഏകദേശം 47 ലക്ഷം അധിക മരണം ഇന്ത്യയിലുണ്ടായി എന്ന്. കേട്ടിരുന്നു. കണക്കുമായിട്ട് ഇത് കൂടുതൽ അടുത്ത് നിൽക്കുന്നു. അപ്പോൾ ശരിക്കും ഔദ്യോഗിക കോവിഡ് മരണക്കണക്കും യഥാർത്ഥത്തിൽ സംഭവിച്ച അധിക മരണങ്ങളും തമ്മിൽ വലിയൊരു ഗ്യാപ്പുണ്ട്. ഈ അധിക മരണനിരക്ക് അഥവാ എക്സസ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത് എന്താണെന്നൊന്ന് ലളിതമായിട്ട് പറയാമോ? അതാണല്ലോ ഇവിടെ പ്രധാന വിഷയം. പറയാം. അതായത് സാധാരണ ഒരു വർഷം അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലയളവിൽ എത്ര മരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നൊരു കണക്കുണ്ടാവുമല്ലോ,
കഴിഞ്ഞ വർഷങ്ങളിലെ ഡാറ്റ വെച്ചിട്ട്. ഉണ്ടാവും. എന്നാൽ ഒരു വലിയ പ്രതിസന്ധി ഇപ്പോൾ ഇവിടെ കോവിഡ് മഹാമാരി വരുമ്പോൾ ആ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ മരണങ്ങൾ സംഭവിക്കും. ആ അധികമായി വരുന്ന മരണങ്ങളുടെ എണ്ണമാണ് എക്സസ് മോർട്ടാലിറ്റി. ഒരു ദുരന്തത്തിന്റെ ശരിക്കുള്ള ആഘാതം, അതിന്റെ യഥാർത്ഥ ഇംപാക്റ്റ് അളക്കാനിത് സഹായിക്കും. അപ്പോൾ ഈ ഔദ്യോഗിക കോവിഡ് ലിസ്റ്റിൽ പെടാത്ത ഒരുപാട് മരണങ്ങൾ ഈ അധിക മരണക്കണക്കിൽ പെടുന്നുണ്ടാവാം അല്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് ഔദ്യോഗിക കണക്കുകൾ ഇത്ര കുറഞ്ഞു പോയത്? അതെ, അതാണ് ലേഖനൻ പറയുന്നത്. കാരണങ്ങൾ പലതാണ്. ഒന്ന്, നമ്മുടെ മരണ രജിസ്ട്രേഷൻ സിസ്റ്റം അത്ര പെർഫെക്റ്റ് അല്ല. NFHS 5, അതായത് ദേശീയ കുടുംബാരോഗ്യ സർവേ, പറയുന്നത് തന്നെ രാജ്യത്ത് നടക്കുന്ന മരണങ്ങളിൽ ഒരു 29% രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല എന്നാണ്. ഓ, ഏതാണ്ട് 1/3 വരുന്നില്ലേ? അതെ. പിന്നെ രണ്ടാമത്തെ പ്രധാന കാരണം മരണകാരണം കൃത്യമായി രേഖപ്പെടുത്തുന്നതിലെ പ്രശ്നം. അതിനാണ് MCCD, മെഡിക്കൽ സർട്ടിഫിക്കേഷൻ ഓഫ് കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത്. രാജ്യത്ത് നടക്കുന്ന മരണങ്ങളിൽ വെറും 23.4% മാത്രമേ ഡോക്ടർ മരണകാരണം സാക്ഷ്യപ്പെടുത്തുന്നുള്ളൂ. ഓക്കെ, വളരെ കുറവാണല്ലോ അത്. വളരെ കുറവാണ്. കോവിഡ് സമയത്ത് എന്താ പറ്റിയത്? ആശുപത്രികളൊക്കെ ഫുള്ളായിരുന്നു, ടെസ്റ്റ് ചെയ്യാൻ സൗകര്യമില്ലായിരുന്നു. അപ്പോൾ പല മരണങ്ങളും കോവിഡ് ആണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ശരിയാണ്. ആശുപത്രിയിൽ എത്താതെ മരിച്ചവരുണ്ടാവാം, ടെസ്റ്റ് ചെയ്യാതെ മരിച്ചവരുണ്ടാവാം. തീർച്ചയായും. അതോടൊപ്പം തന്നെ ഈ പരോക്ഷ മരണങ്ങളുണ്ട്. അതായത് ലോക്ക്ഡൗൺ കാരണം മറ്റസുഖങ്ങൾക്ക് ചികിത്സ കിട്ടാതെ മരിച്ചത്, അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനം മൊത്തത്തിൽ സ്ട്രെയിൻ ആയതുകൊണ്ട് ശ്രദ്ധ കിട്ടാതെ പോയ കേസുകൾ. അതും ഈ അധിക മരണത്തിൽ വരും. പക്ഷെ അത് കോവിഡ് മരണമായി കണക്കാക്കില്ല. പിന്നെ ചില രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് കണക്കുകൾ കുറച്ചു കാണിച്ചു എന്നൊക്കെയുള്ള ചില ആരോപണങ്ങളും ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളിവിടെ അത് റിപ്പോർട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ശരി. അപ്പോൾ ഈ കണക്കുകളിലെ വ്യത്യാസം, അല്ലെങ്കിൽ ഈ കുറഞ്ഞ കണക്ക് കാണിക്കുന്നത്, അതിൻ്റെയൊക്കെ ഒരു പ്രത്യാഘാതം എന്തൊക്കെയായിരിക്കും? അതൊരു പ്രധാന കാര്യമല്ലേ? വളരെ പ്രധാനം. ഒന്ന്, ഡേറ്റ ശരിയല്ലെങ്കിൽ നമ്മുടെ നയങ്ങൾ തെറ്റും. ഭാവിയിലൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ശരിയായിരിക്കില്ല തയ്യാറെടുക്കുന്നത്. ശരിയാണ്. രണ്ട്, മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കിട്ടേണ്ട നഷ്ടപരിഹാരം, മറ്റ് സഹായങ്ങൾ, അതൊക്കെ ചിലർക്ക് കിട്ടാതെ വന്നിട്ടുണ്ടാവാം. അതൊരു വലിയ പ്രശ്നം തന്നെ. പിന്നെ സർക്കാരിന്റെ കണക്കിലുള്ള ഒരു വിശ്വാസ്യത അതിനെ ഇത് ബാധിക്കും. അതുപോലെ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്താൻ, രോഗം എങ്ങനെ പടർന്നു, അതിന്റെ തീവ്രത എന്തായിരുന്നു എന്നൊക്കെ പഠിക്കാൻ ഈ ഡേറ്റ വളരെ പ്രധാനമാണ്. അത് കിട്ടാതെ വരും. ശരിയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് എന്തൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്? എന്ത് പാഠമാണ് നമ്മൾ പഠിക്കേണ്ടത്? പ്രധാനമായും നമ്മുടെ CRS സംവിധാനം ശക്തിപ്പെടുത്തണം. എല്ലാ മരണങ്ങളും അതെവിടെ നടന്നാലും രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്ന് ഉറപ്പാക്കണം. അത് പ്രധാനം. പിന്നെ ഈ MCCD, അതായത് മരണകാരണം ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നത്, അത് പരമാവധി പ്രോത്സാഹിപ്പിക്കണം. ചിലപ്പോൾ നിർബന്ധമാക്കേണ്ടി വരും. ശരി. അടുത്ത സെൻസസ് വരുമ്പോൾ മരണങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായ വിവരങ്ങൾ ശേഖരിക്കുന്നത് ഒരു നല്ല കാര്യമായിരിക്കും. ഏറ്റവും പ്രധാനമായിട്ട് ഈ അധിക മരണനിരക്ക് പോലുള്ള ശാസ്ത്രീയമായ കാര്യങ്ങളെ നമ്മൾ അംഗീകരിക്കണം. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. നമ്മുടെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തണം. അതെ. അപ്പോൾ ഡാറ്റയുടെ കൃത്യത, അതിന്റെ സുതാര്യത, അതാണ് ഏതു പ്രതിസന്ധിയിലും പ്രധാനമെന്ന് ഈ ചർച്ച വ്യക്തമാക്കുന്നു. തീർച്ചയായും. അപ്പോൾ പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കൃത്യമായ വിവരങ്ങൾ, ശരിയായ കണക്കുകൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഒരു പ്രതിസന്ധിയുടെ ആഴം നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? ഭാവിയിലേക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ, അത് ആരോഗ്യരംഗത്തായാലും മറ്റെവിടെയായാലും എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും? ശരിക്കും നമ്മുടെ ഈ ഹെൽത്ത് സിസ്റ്റം, ഡേറ്റ കളക്ഷൻ സിസ്റ്റം, ഇതിനെയൊക്കെ നമ്മൾ എത്രത്തോളം ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ കോവിഡ് കണക്കുകൾ. നിങ്ങൾക്കിതിൽ ഏറ്റവും പ്രധാനമായി തോന്നിയതെന്താണ്? സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യൻ വ്യോമസേന നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവരുടെ യുദ്ധവിമാന സ്ക്വാഡ്രണുകളുടെ എണ്ണം കുറഞ്ഞുവരുന്നു എന്നുള്ളതാണ് വിഷയം. ഇന്ത്യൻ വ്യോമസേന കുറയുന്ന ശേഷിയും വെല്ലുവിളികളും എന്നൊരു ലേഖനം ഈയടുത്ത് വന്നിരുന്നു. അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മളത് നോക്കുന്നത്. നിങ്ങൾ UPSC പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. തീർച്ചയായും. പതിറ്റാണ്ടുകൾ സേവനത്തിലുണ്ടായിരുന്ന MiG-21 വിമാനങ്ങൾ അവർ പിൻവലിക്കുകയാണ്. അപ്പൊ അതുണ്ടാക്കുന്ന ഒരു വിടവ്, അതാണ് നമ്മൾ പ്രധാനമായി നോക്കുന്നത്, അല്ലേ? അതെ അതെ. ഈ വിഷയം UPSC പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിലിംസിനെ നോക്കുകയാണെങ്കിൽ പ്രതിരോധം എന്ന ഭാഗത്ത് ഈ യുദ്ധവിമാനങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ വരാം. MiG-21, LCA തേജസ്, വരാനിരിക്കുന്ന AMCA, പിന്നെ പ്രതിരോധ രംഗത്തെ വാങ്ങലുകൾ, ഇതൊക്കെ.
ഓ, പിന്നെ സയൻസ് ആൻഡ് ടെക്കിൽ യുദ്ധവിമാനങ്ങളുടെ തലമുറകളെക്കുറിച്ച് ചോദിക്കാം. ഭരണ സംവിധാനം എന്നതിൽ HAL, DRDO, ADA പോലുള്ള സ്ഥാപനങ്ങളെക്കുറിച്ചും. ശരിയാണ്. മെയിൻസിലോ? മെയിൻസില് GS പേപ്പർ 3-ല് ഇത് നേരിട്ട് വരും. സാങ്കേതികവിദ്യയുടെ തദ്ദേശീയവൽക്കരണം, പിന്നെ നമ്മുടെ അതിർത്തികളിലെ സുരക്ഷാ വെല്ലുവിളികൾ, വിവിധ സുരക്ഷാ സേനകൾ, ഇതൊക്കെയായി ബന്ധപ്പെടുത്താം. ഓക്കെ, അപ്പോ ഈ ലേഖനത്തിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? MiG-21ന്റെ വിരമിക്കൽ എപ്പോഴാണ് പൂർത്തിയാവുക? ലേഖനത്തിൽ പറയുന്നത് 2025 സെപ്റ്റംബറോടെ MiG-21 പൂർണ്ണമായും പിൻവലിക്കുമെന്നാണ്. അത്ര പെട്ടെന്നോ? അതെ. അപ്പോഴേക്കും നമുക്ക് വേണ്ടത് 42 സ്ക്വാഡ്രണുകളാണ്. അംഗീകൃത എണ്ണം അതാണ്. പക്ഷേ ഇത് 29 കുറയും. 42-ൽ നിന്ന് 29? അത് വലിയ കുറവാണല്ലോ. വളരെ വലിയ കുറവ്. പ്രത്യേകിച്ചും നമുക്ക് 2 പ്രധാന അതിർത്തികളിൽ ഒരേ സമയം ശ്രദ്ധിക്കേണ്ടി വരുമ്പോൾ. ഈ കുറവ് നികത്താൻ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ച LCA തേജസ് MK-1A വിമാനങ്ങളെയാണല്ലോ പ്രധാനമായും ആശ്രയിക്കുന്നത്. ആണ്. പക്ഷേ അതിന്റെ വിതരണത്തില് കുറച്ച് കാലതാമസം നേരിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. HAL ആണ് നിർമ്മിക്കുന്നത്. ഓ, അതുമൊരു പ്രശ്നമാണ്. പിന്നെ ഈ 5ാം തലമുറ വിമാനമായ AMCA, അതിന്റെ കാര്യമോ? AMCയുടെ വികസനം നടക്കുന്നുണ്ട്. പക്ഷേ അതും, എന്താ പറയുക, കുറച്ചുകൂടി വേഗത്തിലാകേണ്ടതുണ്ട്. ഇതൊക്കെ നടക്കുമ്പോഴാണ് ചൈനയും പാകിസ്ഥാനും അവരുടെ വ്യോമസേനകളെ നവീകരിക്കുന്നത്. അത് നമുക്കൊരു സുരക്ഷാ വെല്ലുവിളിയാണ് ശരിക്കും. തീർച്ചയായും. അപ്പോ അടുത്ത 20 വർഷത്തിനുള്ളിൽ ഏകദേശം 600 വിമാനങ്ങൾ ഉൾപ്പെടുത്താനാണ് ലക്ഷ്യമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. LCA MK-1A, MK-2, പിന്നെ MRFA, AMCA ഇവയെല്ലാം കൂടി. അതെ, ലക്ഷ്യം അതാണ്. പക്ഷെ അതിന്റെയെല്ലാം വിജയം സമയബന്ധിതമായ ഉൽപ്പാദനത്തെയും വിതരണത്തെയും ആശ്രയിച്ചിരിക്കും. ശരിയാണ്. ഈ പ്രിലിംസിനു വേണ്ടി കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കാമോ? ഈ യുദ്ധവിമാനങ്ങളുടെ തലമുറകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് നല്ല ചോദ്യമാണ്. MiG-21 ഒരു 2ാം തലമുറ വിമാനമാണ്. സൂപ്പർസോണിക് വേഗതയായിരുന്നു അതിന്റെ പ്രത്യേകത. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന Su-30 MKI അതൊരു 4ാം തലമുറയാണ്. മികച്ച ഏവിയോണിക്സും മറ്റുമുണ്ട്. റഫാലും നമ്മുടെ LCA MK-1Aയുമൊക്കെ 4.5 തലമുറ എന്ന് പറയാം. ഭാഗികമായി സ്റ്റെൽത്ത് ശേഷിയുണ്ട്. ഓക്കേ. പൂർണ്ണമായ സ്റ്റെൽത്ത്, സൂപ്പർ ക്രൂസ്, ആഫ്റ്റർ ബേണർ ഇല്ലാതെ സൂപ്പർസോണിക് വേഗത, ഇതൊക്കെയാണ് 5ാം തലമുറയുടെ പ്രത്യേകത. അമേരിക്കയുടെ F-35, നമ്മൾ വികസിപ്പിക്കുന്ന AMCA ഒക്കെ ആ ഗണത്തിൽ വരും. മനസ്സിലായി. പിന്നെ ഈ സ്ക്വാഡ്രൺ എന്ന് പറഞ്ഞാല്? ഒരു സ്ക്വാഡ്രൺ വ്യോമസേനയുടെ അടിസ്ഥാന യൂണിറ്റാണ്. സാധാരണയായി 16 മുതൽ 18 വിമാനങ്ങൾ വരെ കാണും. 2 യുദ്ധമുഖങ്ങളിൽ പോരാടാൻ കുറഞ്ഞത് 42 എണ്ണം വേണമെന്നാണ് കണക്ക്. ഓക്കെ. തദ്ദേശീയ പദ്ധതികളിൽ പ്രധാനം LCA തേജസും AMCAയുമാണ് അല്ലേ? അതെ. സ്ഥാപനങ്ങളും ഓർത്തുവെക്കണം. HAL നിർമ്മാണം, ADA രൂപകൽപ്പന, DRDO ഗവേഷണം. ശരി. ഇനി മെയിൻസ് പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഈ 42 വേണ്ടതും 29 ഉള്ളതും തമ്മിലുള്ള വിടവ് അതൊരു വലിയ സുരക്ഷാ പ്രശ്നം തന്നെയല്ലേ? തീർച്ചയായും. ഇതൊരു നിർണായകമായ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ചും ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒരേ സമയം ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തദ്ദേശീയ വികസനത്തിലെ കാലതാമസം, അതായത് LCA, AMCA പ്രോജക്റ്റുകൾ വൈകുന്നത്, പിന്നെ ഈ 114 വിമാനങ്ങൾ വാങ്ങാനുള്ള MRFA പദ്ധതി നീണ്ടുപോകുന്നത്, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. എഞ്ചിനുകളുടെ കാര്യവും ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞല്ലോ. അതാണ് പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. നമ്മളിപ്പോഴും എഞ്ചിനുകൾക്ക് വേണ്ടി ജനറൽ ഇലക്ട്രിക് പോലുള്ള വിദേശ കമ്പനികളെ ആശ്രയിക്കുകയാണ്. ഇത് നമ്മുടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിന് ഒരു വലിയ വെല്ലുവിളിയാണ്. അതുപോലെ ഒരേ സമയം 2 മുന്നണികളിൽ യുദ്ധം ചെയ്യാനുള്ള നമ്മുടെ കഴിവിനെയും ഇത് ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ ചില നല്ല വശങ്ങളും ഉണ്ടാവുമല്ലോ നമ്മുടെ സമീപനത്തില്. ഉണ്ട്, ഇല്ലാതില്ല. തദ്ദേശീയവൽക്കരണത്തിൽ നമ്മൾ വലിയ ഊന്നൽ നൽകുന്നുണ്ട്. LCAയും AMCAയും ഒക്കെ അതിന്റെ ഭാഗമാണ്. പിന്നെ റഷ്യൻ, ഫ്രഞ്ച്, ഇന്ത്യൻ എന്നിങ്ങനെ പലതരം വിമാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ പൈലറ്റുമാരുടെ പരിശീലനവും അനുഭവപരിചയവും മികച്ചതാണ്. അതൊരു വലിയ ശക്തിയാണ്. പക്ഷെ വെല്ലുവിളികളും വലുതാണ്. ഈ സ്ക്വാഡ്രൺ കുറവ്, പദ്ധതികളിലെ കാലതാമസം, വിദേശാശ്രിതത്വം, പ്രത്യേകിച്ച് എഞ്ചിന്റെ കാര്യത്തിൽ MRFA ഡീൽ വൈകുന്നത്, ഇതൊക്കെ പരിഹരിക്കേണ്ടതുണ്ട്. അതെ. വെല്ലുവിളികൾ വളരെ ഗൗരവമുള്ളവയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണ്? എന്താണ് മുന്നോട്ടുള്ള വഴി? ഒരു ബഹുമുഖ സമീപനം തന്നെ വേണം. ഒന്നാമതായി LCAയുടെ ഉൽപ്പാദനം, അത് HAL വേഗത്തിലാക്കണം.
വർഷം ഒരു 16 വിമാനമെങ്കിലും നിർമ്മിക്കാൻ പറ്റണം. ഓക്കെ. രണ്ടാമത്, ഈ MRFA പോലുള്ള വാങ്ങൽ പദ്ധതികളിൽ പെട്ടെന്നൊരു പ്രായോഗികമായ തീരുമാനമെടുക്കണം. ഒരുപക്ഷെ കൂടുതൽ റഫാൽ വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. മൂന്നാമതായി, AMCA പദ്ധതിക്ക് ആവശ്യമായ ഫണ്ടും രാഷ്ട്രീയ പിന്തുണയും നൽകി അത് വേഗത്തിലാക്കണം. സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുന്നതും നല്ലതാണ്. ശരിയാണ്. നാലാമത്തെ കാര്യം, ഒരുപക്ഷെ ഏറ്റവും പ്രധാനം, ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മൾ എഞ്ചിൻ സാങ്കേതികവിദ്യ തദ്ദേശീയമായി വികസിപ്പിക്കണം. പണ്ട് നിർത്തിവെച്ച കാവേരി എഞ്ചിൻ പദ്ധതിയൊക്കെ പുനരുജ്ജീവിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി പരിഗണിക്കാവുന്നതാണ്. ശേഷിയിലുള്ള കുറവ് ഒരു യാഥാർത്ഥ്യമാണ്. അത് പരിഹരിക്കാനുള്ള വഴികൾ, തദ്ദേശീയവൽക്കരണവും പുതിയവ വാങ്ങലും, അതെല്ലാം സങ്കീർണമായ ഒന്നാണ്. അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. നിങ്ങൾ കേൾക്കുന്നവർക്കായി ഒരു ചോദ്യം കൂടി. ഈ കാലതാമസങ്ങളും മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതുമൊക്കെ കണക്കിലെടുക്കുമ്പോൾ നമ്മുടെ അയൽരാജ്യങ്ങൾ അതിവേഗം ആധുനികവൽക്കരണം നടത്തുന്ന ഈ സമയത്ത് ഇന്ത്യയ്ക്ക് എങ്ങനെ സമീപഭാവിയിലെ വ്യോമമേധാവിത്വം ഉറപ്പാക്കാൻ കഴിയും? എത്രത്തോളം വേഗതയ്ക്ക് വേണ്ടി സ്വാശ്രയത്വത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാം? ഇതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്. ശരി, ഇനി നമുക്ക് ദ ഹിന്ദു പത്രത്തിൽ നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്ത്യയുടെ മ്യാൻമാർ നയത്തെക്കുറിച്ചാണ് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് മ്യാൻമാർ പ്രതിസന്ധി, ഇന്ത്യയുടെ ധർമ്മസങ്കടം എന്ന തലക്കെട്ടിലുള്ള ഒരു ലേഖനമാണ്. ഇതിലെ പ്രധാന കാര്യങ്ങൾ നമുക്ക് നോക്കാം. തീർച്ചയായും. ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് സിവിൽ സർവീസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. പ്രിലിംസിലാണെങ്കിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ-മ്യാൻമാർ, ആക്ട് ഈസ്റ്റ് പോളിസി, പിന്നെ ഈ ഫ്രീ മൂവ്മെന്റ് റെജിം FMR പോലുള്ള കാര്യങ്ങൾ. ഇന്ത്യൻ പോളിറ്റിയിൽ വന്നാൽ 1951 അഭയാർത്ഥി ഉടമ്പടി, നോൺ റിഫോൾമെന്റ് തത്വം, ഇതൊക്കെ വരും. ശരി. മെയിൻസിലേക്ക് വരുമ്പോൾ GS പേപ്പർ 2-ൽ ഇന്ത്യയും അയൽരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം, പിന്നെ മറ്റു രാജ്യങ്ങളുടെ നയങ്ങൾ നമ്മുടെ താൽപ്പര്യങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നത്. GS പേപ്പർ 3-ൽ അതിർത്തിയിലെ സുരക്ഷാ വെല്ലുവിളികൾ. അങ്ങനെ പലയിടത്തും ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ലേഖനത്തിലേക്ക് കിടക്കാല്ലേ. ഇതിൽ ആദ്യം തന്നെ പറയുന്നത് 2021 മ്യാൻമറിൽ പട്ടാള അട്ടിമറി നടന്നല്ലോ. അതെ. അതിനുശേഷം ഇന്ത്യ അവിടുത്തെ സൈനിക ഭരണകൂടവുമായിട്ട് ഒരു സഹകരണം തുടരുന്നുണ്ട്. ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ, അതായത് സുരക്ഷ, സാമ്പത്തികമൊക്കെ, അത് സംരക്ഷിക്കാനാണ് ഈ സഹകരണം എന്നാണ് ഔദ്യോഗിക ഭാഷ്യം. പക്ഷെ ലേഖനം പറയുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടുത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ നമ്മൾ അവഗണിക്കുകയാണെന്നാണ്. അതെ, അതൊരു പ്രധാനപ്പെട്ട വിമർശനമാണ് ലേഖനം ഉന്നയിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ലേഖകന്റെ വാദം എന്താണെന്ന് വച്ചാൽ, ഇന്ത്യ മൂല്യങ്ങളിൽ, അതായത് ജനാധിപത്യം, മനുഷ്യാവകാശം പോലുള്ള മൂല്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ഒരു നയം രൂപീകരിച്ചാൽ അതാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക് കൂടുതൽ നല്ലതെന്നാണ്. വെറും ഒരു റിയാൽ പൊളിറ്റിക്സ് സമീപനം മാത്രം പോരാ എന്നാണ് അവർ പറയുന്നത്. ഇൻട്രസ്റ്റിംഗ്. അതിനായിട്ട് ഒരു 4 നിർദ്ദേശങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആ നിർദ്ദേശങ്ങൾ? 1. മ്യാൻമറിൽ ഒരു ഫെഡറൽ സംവിധാനം വരണം. അതിനെ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കണം. ഈ പട്ടാള ഭരണത്തെ എതിർക്കുന്നവരുടെ ഒരു കൂട്ടായ്മയുണ്ട്, നാഷണൽ യൂണിറ്റി ഗവൺമെന്റ് അഥവാ NUG. കേട്ടിട്ടുണ്ട്, NUG. അതെ, അവരൊരു ഫെഡറൽ ഭരണഘടന ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇന്ത്യ സഹായിക്കണം. 2. മ്യാൻമാർ സൈന്യത്തിന് ആയുധങ്ങൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ അതുപോലുള്ള സഹായങ്ങൾ ഇന്ത്യ നിർത്തണം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ 2 NUG സപ്പോർട്ടും ആയുധ നിരോധനവുമാണ്. അടുത്തതോ? 3. അതിർത്തിയുമായി ബന്ധപ്പെട്ടതാണ്. മാനുഷിക സഹായം എത്തിക്കാൻ വേണ്ടി അതിർത്തി കടന്നുള്ള സഹായം സുഗമമാക്കണം. അതിനായി ഫ്രീ മൂവ്മെന്റ് റെജീം, അതായത് FMR. FMR ഈയടുത്താണല്ലോ നിർത്തിയത്. അതെ, കേന്ദ്രം അത് നിർത്താൻ തീരുമാനിച്ചു. പക്ഷെ ലേഖനം പറയുന്നത് അത് പുനഃസ്ഥാപിക്കണമെന്നാണ്, സഹായം എത്താൻ വേണ്ടി. ശരി. 4ാമത്തെ നിർദ്ദേശം? 4. അഭയാർത്ഥികളെ, പ്രത്യേകിച്ചും മ്യാൻമാറിൽ നിന്നു വരുന്നവരെ നിർബന്ധിച്ച് തിരിച്ചയക്കുന്നത് നിർത്തണം. ഇന്ത്യ 1951 UN അഭയാർത്ഥി ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടില്ല, അത് ശരിയാണ്. പക്ഷേ അന്താരാഷ്ട്ര നിയമത്തിൽ നോൺ റിഫ്യൂൽമെന്റ് എന്നൊരു തത്വമുണ്ട്. നോൺ റിഫ്യൂൽമെന്റ്, അതെന്താണ്? കുറച്ചുകൂടി വ്യക്തമാക്കാമോ? ഈ NUG FMR പോലെ ഇതും പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു. തീർച്ചയായും. NUG
നമ്മൾ പറഞ്ഞല്ലോ നാഷണൽ യൂണിറ്റി ഗവൺമെന്റ്. പട്ടാള അട്ടിമറിക്ക് ശേഷം പുറത്താക്കപ്പെട്ട നേതാക്കളും ജനാധിപത്യ ഗ്രൂപ്പുകളും ചേർന്നുണ്ടാക്കിയ ഒരു സമാന്തര സർക്കാർ സംവിധാനം. ശരി. FMR, ഫ്രീ മൂവ്മെന്റ് റെജീം. ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിലെ ചില ഗോത്ര വിഭാഗക്കാർക്ക് വിസയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നിശ്ചിത ദൂരം വരെ പോകാനുള്ള അനുമതിയായിരുന്നു. റൈറ്റ്. സ്വാതന്ത്ര്യമോ അപകടത്തിലാകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് ന്യായമായും ഭയക്കാവുന്ന ഒരു സ്ഥലത്തേക്ക്, അവരുടെ സ്വന്തം രാജ്യത്തേക്കാണെങ്കിൽ പോലും നിർബന്ധിച്ച് തിരിച്ചയക്കാൻ പാടില്ല. ഓ, അങ്ങനെ. അതെ, ഇത് 1951 ഉടമ്പടിയിൽ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും പാലിക്കാൻ ധാർമ്മികമായ ഒരു ബാധ്യതയുണ്ടെന്നാണ് വാദം. ശരി. ഈ നിർദ്ദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ നല്ലതാണ്. പക്ഷേ മെയിൻസ് പരീക്ഷയുടെ ആംഗിൾ ചിന്തിച്ചാൽ ഇതിന്റെ പ്രായോഗികത എത്രത്തോളമുണ്ട്? അതായത് ഇന്ത്യ ഈ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാവാം? നല്ല ചോദ്യമാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ GS പേപ്പർ 2, 3 എന്നിവയുടെ പ്രസക്തി വരുന്നത്. മ്യാൻമറിലെ ഈ അസ്ഥിരത ഇന്ത്യയുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നുണ്ട്. അഭയാർത്ഥി പ്രവാഹം, അതിർത്തി വഴിയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ നീക്കം, ഇതൊക്കെയുണ്ട്. പിന്നെ നമ്മുടെ ആക്ട് ഈസ്റ്റ് പോളിസി, കലാദാൻ പോലുള്ള പ്രോജക്റ്റുകൾ. അതെ, അതും ബാധിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ നയത്തെ, അതായത് സൈനിക ഭരണകൂടവുമായി ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിനെ അനുകൂലിക്കുന്നവരെ പറയുന്നത് എന്താണ്? 1. പ്രായോഗിക രാഷ്ട്രീയം അഥവാ റിയൽ പോളിറ്റിക്. നമുക്കവിടെ ഒരു സർക്കാർ സംവിധാനവുമായി സംസാരിക്കാതെ പറ്റില്ല. 2. ചൈനയുടെ സ്വാധീനം. ഇന്ത്യ ഇടപെട്ടില്ലെങ്കിൽ ആ സ്പേസ് ചൈന മുതലെടുക്കും. അത് വലിയൊരു ആശങ്കയാണ്. 3. അതിർത്തിയിലെ തീവ്രവാദം നേരിടാൻ മ്യാൻമർ സൈന്യത്തിന്റെ സഹകരണം ഒരു പരിധിവരെ ആവശ്യമുണ്ട്. ശരിയാണ്. എന്നാൽ ലേഖനം മുന്നോട്ട് വയ്ക്കുന്ന ഈ മൂല്യാധിഷ്ഠിത സമീപനത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അവർ പറയുന്നത്? അവരുടെ വാദം ദീർഘകാലത്തിൽ ചിന്തിക്കുമ്പോൾ മ്യാൻമറിലെ ജനാധിപത്യ ശക്തികളെ പിന്തുണയ്ക്കുന്നത് ഇന്ത്യയ്ക്കൊരു വിശ്വസ്ത അയൽക്കാരനെ നൽകും എന്നാണ്. അത് ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് ചേർന്നതുമാണ്. പിന്നെ മാനുഷിക പരിഗണനയുടെ കാര്യം. അതോടൊപ്പം ഫെഡറലിസം പോലുള്ള വിഷയങ്ങളിൽ ഇന്ത്യക്ക് സഹായിക്കാൻ പറ്റും. അത് ചിലപ്പോൾ ചൈനയ്ക്ക് അത്ര എളുപ്പമാവില്ല. അപ്പോൾ അവിടെ ഇന്ത്യയ്ക്കൊരു മുൻതൂക്കം കിട്ടും. അപ്പോൾ ഒരു വശത്ത് റിയൽ പോളിറ്റിക് ആവശ്യങ്ങൾ, മറുവശത്ത് ദീർഘകാല താൽപ്പര്യങ്ങളും മൂല്യങ്ങളും. ഇതിനിടയിൽ ഒരു ബാലൻസ് കണ്ടെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വളരെ ശരിയാണ്. അതുകൊണ്ട് ഒരു ഡ്യുവൽ ട്രാക്ക് സമീപനം, അതായത് ഒരു ഇരട്ട നയം സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണ് പലരും സംസാരിക്കുന്നത്. ഇരട്ട നയമോ? അതെങ്ങനെ? അതായത് നിലവിലെ ഭരണകൂടവുമായിട്ട് എന്താ പറയുക, അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള ആശയവിനിമയം നിലനിർത്തുക. അതേസമയം ഈ NUG പോലുള്ള ജനാധിപത്യ പ്രസ്ഥാനങ്ങളുമായും മറ്റ് വംശീയ ഗ്രൂപ്പുകളുമായും ഒരുപക്ഷെ അനൗദ്യോഗികമായിട്ടെങ്കിലും ഒരു ബന്ധം സ്ഥാപിക്കുക. ഓക്കെ. മാനുഷിക സഹായത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക. ആയുധവിതരണം പോലുള്ള കാര്യങ്ങളിൽ ഒരു പുനർവിചിന്തനം നടത്തുക. ഒരു പ്രാദേശിക തലത്തിൽ ഒരു നയതന്ത്ര ശ്രമത്തിന് ഇന്ത്യക്കൊരു പക്ഷേ മുൻകൈയെടുക്കാനും സാധിക്കും. പക്ഷേ ഈ ഇരട്ട സമീപനം അത് നടപ്പാക്കാൻ എളുപ്പമാണോ? രണ്ട് വള്ളത്തിലും കാല് വെക്കുന്നത് പോലെ ആവില്ലേ? അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഇരുപക്ഷത്തിന്റെയും വിശ്വാസം നേടിയെടുക്കുക എന്നത് എളുപ്പമല്ല. നയതന്ത്രപരമായി അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണിത്. ശരിയാണ്. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ സൈനിക ഭരണകൂടത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത് പ്രായോഗികമല്ലായിരിക്കാം. അതേസമയം അവരുമായി മാത്രം സഹകരിക്കുന്നത് ഒരുപക്ഷെ ദീർഘവീക്ഷണമില്ലാത്ത ധാർമ്മികമായി ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒരു നയവുമാകാം. അതെ, കൃത്യമായി പറഞ്ഞു. ലേഖനം അവസാനിപ്പിക്കുന്നതും സമാനമായ ഒരു ചിന്ത പങ്കുവച്ചുകൊണ്ടാണ്. നായപ്പിടോയിൽ ആരാണ് ഭരിക്കുന്നത് എന്നതിനേക്കാൾ പ്രധാനം മ്യാൻമറിലെ ജനങ്ങളുടെ ഒരു നല്ല സുഹൃത്തായി ഇന്ത്യക്ക് എങ്ങനെ നിലനിൽക്കാൻ കഴിയും എന്നതാണ്. ഇത് നിങ്ങൾക്ക് തുടർന്ന് ചിന്തിക്കാനും കൂടുതൽ വായിക്കാനും പറ്റിയൊരു പോയിന്റാണ്. തീർച്ചയായും. ഇന്ത്യയുടെ വിദേശനയത്തിലെ ഈ സങ്കീർണമായ വശം മനസ്സിലാക്കാൻ ഈ ചർച്ച ഒരുപാട് സഹായിച്ചു. ഇനി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് ശ്രദ്ധ തിരിക്കാം. നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സുപ്രീം കോടതി വിധിയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത്, ഈ മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ PCBS, അവർക്ക് പാരിസ്ഥിതിക നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ചുമത്താൻ അധികാരമുണ്ടെന്ന കോടതി ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നു. നമുക്കിതിലേക്കൊന്ന് ആഴത്തിൽ നോക്കാം. പ്രത്യേകിച്ച് UPSC പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും പരിശോധിക്കാം. തീർച്ചയായും. ഇത് UPSC പ്രിലിംസ് സിലബസുമായിട്ട് നേരിട്ട് ബന്ധമുള്ളൊരു വിഷയമാണ്. പ്രധാനമായും എൻവയൺമെന്റ് എന്ന ഭാഗത്ത് വരുന്ന ടോപ്പിക്സിലെ മലിനീകരണം, പരിസ്ഥിതി നിയമങ്ങൾ,
പിന്നെ ഈ മലിനീകരിക്കുന്നവർ വില നൽകണം എന്ന തത്വം, അതോടൊപ്പം സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, PCBS പോലുള്ളവ, ഇവയെല്ലാം ഈ വിധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരി. അതുപോലെ ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവർണൻസ് ഭാഗത്തും ഇതിന് പ്രസക്തിയുണ്ട്. ജുഡീഷ്യറി, പിന്നെ ഈ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ, സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ, സ്വാഭാവിക നീതിയുടെ തത്വങ്ങൾ, ഇതൊക്കെ അവിടെയും വരുന്നുണ്ട്. ഓക്കെ. അപ്പോ ഈ വിധിയുടെ ഒരു കാതലായ ഭാഗം എന്താണ് കോടതി പ്രധാനമായും പറഞ്ഞു വെക്കുന്നത്? പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ PCBസിന്, അതായത് മലിനീകരണ നിയന്ത്രണ ബോർഡുകൾക്ക് പരിസ്ഥിതിയെ അതിന്റെ പഴയ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ നഷ്ടപരിഹാരം ചുമത്താനും പിരിച്ചെടുക്കാനും അധികാരമുണ്ട് എന്ന് കോടതി സ്ഥിരീകരിച്ചു. ഇത് 1974 ജലനിയമം സെക്ഷൻ 33A, പിന്നെ 1981 വായു നിയമം സെക്ഷൻ 31A, ഇത് പ്രകാരമുള്ള ബോർഡുകളുടെ അധികാരങ്ങളെയാണ് കോടതി ശരിവച്ചിരിക്കുന്നത്. ഇതിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം, ഭാവിയിലൊരു മലിനീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ പോലും മുൻകൂട്ടി ഒരു ബാങ്ക് ഗ്യാരണ്ടിയൊക്കെ ആവശ്യപ്പെടാൻ ഇവർക്ക് പറ്റുമെന്നാണല്ലോ. അതെ, അതാണിതിലെ മറ്റൊരു പ്രധാന പോയിന്റ്. എക്സ് ആന്റെ മെഷർ എന്ന് പറയാം. അതായത് മുൻകൂട്ടിയുള്ള നടപടി. ഭാവിയിൽ പാരിസ്ഥിതിക നാശമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയാൽ ഈ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഒരു സാമ്പത്തിക ഉറപ്പ്, അതായത് ബാങ്ക് ഗ്യാരണ്ടികൾ മുൻകൂറായി ആവശ്യപ്പെടാൻ ബോർഡുകൾക്ക് ഈ വിധി അധികാരം നൽകുന്നു. ഓക്കേ. പക്ഷേ ഒരു കാര്യമുണ്ട്. ഈ അധികാരം ഉപയോഗിക്കുന്നതിന് മുൻപ് വളരെ വ്യക്തമായ ചട്ടങ്ങൾ, അതായത് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ഉണ്ടാക്കണം. അതോടൊപ്പം സ്വാഭാവിക നീതിയുടെ തത്വങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കണം. അതും കോടതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ചുരുക്കത്തില് നടപടിക്രമങ്ങൾ നീതിയുക്തമായിരിക്കണം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മലിനീകരിക്കുന്നവൻ വില നൽകണം, അല്ലെങ്കിൽ പൊല്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾ, അതിനെ അടിസ്ഥാനമാക്കിയാണോ? അതെ. ഈ വിധി ശരിക്കും ഊന്നൽ നൽകുന്നത് റെസ്റ്റിറ്റ്യൂഷണറി ഡാമേജസിനാണ്. റെസ്റ്റിറ്റ്യൂഷണറി ഡാമേജസ്. അതെ. അതായത് പരിസ്ഥിതിയെ പുനഃസ്ഥാപിക്കാൻ, അതിന്റെ പഴയ അവസ്ഥയിലേക്ക് മാറ്റാൻ എന്ത് ചെലവ് വരുമോ ആ തുക ഈടാക്കുക. അതാണ് ലക്ഷ്യം. ഇത് സാധാരണ നമ്മൾ കേൾക്കുന്ന നഷ്ടപരിഹാരം, അതായത് കോമ്പൻസേറ്ററി ഡാമേജസ്, അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. ഇവിടെ പ്രാധാന്യം പരിസ്ഥിതിയുടെ പുനഃസ്ഥാപനത്തിനാണ്. അത് വ്യക്തമായി. അപ്പൊ പ്രിലിംസിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ, കോർ കോൺസെപ്റ്റ്സ് നമുക്കൊന്ന് വേഗത്തിൽ ഓടിച്ചു നോക്കാം. ഈ PCBs എന്താണ്, ഒന്നുകൂടി പറയാമോ? PCBs, അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ്, മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ. ഇത് 1974 ജലനിയമം, വാട്ടർ ആക്ട് അനുസരിച്ച് രൂപീകരിച്ച സ്ഥാപനങ്ങളാണ്. നിയമപരമായിട്ട്, അതായത് സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻസ്. ശരി. കേന്ദ്രതലത്തിലുമുണ്ട് CPCB, സംസ്ഥാന തലത്തിലുമുണ്ട് SPCBs. പിന്നീട് വന്ന വായു നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം, ഇവയുടെയൊക്കെ അധികാരങ്ങളും ഇവർ നിർവഹിക്കുന്നുണ്ട്. ഓക്കെ. അടുത്തത് സ്വാഭാവിക നീതിയുടെ തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. അതെന്താണ് ലളിതമായി പറഞ്ഞാൽ? അത് നിയമ നടപടിക്ക് ഒരു അടിസ്ഥാന നീതി ഉറപ്പാക്കുന്ന തത്വങ്ങളാണ്. പ്രധാനമായും 2 എണ്ണം ഓർക്കാം. ഒന്ന്, ഓഡി ആൽറ്ററാം പാർറ്റം, അതായത് എന്ത് നടപടിയെടുക്കുന്നതിനു മുൻപും മറ്റേ കക്ഷിക്ക് പറയാനുള്ളത് കേൾക്കണം. 2, നിമോ ജൂഡെക്സ് ഇൻ കൗസാസുയ, അതായത് ഒരാളും സ്വന്തം കേസിൽ വിധികർത്താവാകരുത്. ഈ നഷ്ടപരിഹാരം ചുമത്തുന്ന സമയത്ത് ബോർഡുകൾ ഈ തത്വങ്ങൾ പാലിക്കണമെന്നാണ് കോടതി പറയുന്നത്. ശരി. പിന്നെ മറ്റൊന്ന് പറഞ്ഞത് സബോർഡിനേറ്റ് ലെജിസ്ലേഷനാണല്ലോ. അത് പാർലമെന്റോ നിയമസഭയോ പാസാക്കുന്ന പ്രധാന നിയമങ്ങൾ, അത് നടപ്പിലാക്കാൻ വേണ്ടി എക്സിക്യൂട്ടീവ് ഉണ്ടാക്കുന്ന വിശദമായ ചട്ടങ്ങളും നടപടിക്രമങ്ങളുമാണ്. അപ്പോ ഇതിന്റെയൊക്കെ ആകെത്തുകയായി നമുക്ക് എന്തു പറയാം? പരിസ്ഥിതി നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ ഈ ബോർഡുകൾക്ക് കുറച്ചും കൂടി പല്ലും നഖവും കിട്ടുകയാണല്ലേ? അതെ, കൂടുതൽ ശക്തി കിട്ടുകയാണ്. പരിസ്ഥിതിയെ പഴയ പടിയാക്കാനുള്ള ചെലവ് അത് ഉണ്ടാക്കിയവർ അതെ വഹിക്കണം, അതും നീതിയുക്തമായ നടപടികളിലൂടെ. അതൊരു നല്ല കാൽവെപ്പാണ്. ശരിയാണ്. പരിസ്ഥിതി സംരക്ഷണവും അതേസമയം നീതിയുക്തമായ നടപടിക്രമങ്ങളും ഒരുമിച്ച് പോകണം എന്നൊരു സന്ദേശം ഇത് നൽകുന്നുണ്ട്. ആ ചട്ടങ്ങൾ ഉണ്ടാക്കണമെന്ന് കോടതി പറഞ്ഞത് വളരെ പ്രധാനമാണ്. അധികാരം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ അത് സഹായിക്കും. തീർച്ചയായും. അപ്പോ പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാവുന്നു. എന്നാൽ ഈ ശക്തിയും വ്യവസായങ്ങളുടെ വളർച്ചയും തമ്മിലൊരു സന്തുലിതാവസ്ഥ കണ്ടെത്തേണ്ടതുണ്ട്. അത് ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന ആ ചട്ടങ്ങൾ എത്രത്തോളം കൃത്യവും നീതിയുക്തവുമാകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും.
നിങ്ങൾക്കിതിനെക്കുറിച്ച് തുടർന്നും ചിന്തിക്കാവുന്നതാണ്. വളരെ ശരിയാണ്. ശരി, അപ്പോ ഈ പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ വിശദമായി തന്നെ സംസാരിച്ചു. ഇനി നമുക്ക് അടുത്തതായി ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഉത്തർപ്രദേശിലെ വളരെ പ്രശസ്തമായ ബാങ്കെ ബിഹാരി ക്ഷേത്രത്തെക്കുറിച്ചാണ്. മധുരയിലെ ആ ക്ഷേത്രമല്ലേ? അതെ, ആ ക്ഷേത്രത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് UP സർക്കാർ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു. പക്ഷെ ആ ഓർഡിനൻസ് കൊണ്ടുവന്ന രീതി, അതിലെ ആ ഒരു വേഗത, അതിന് സുപ്രീം കോടതി ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ UPSC പ്രിലിംസ് തയ്യാറെടുപ്പുകൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ പോളിറ്റി, ഗവേണൻസ്, പിന്നെ ഒരു പരിധിവരെ ആർട്ട് ആൻഡ് കൾച്ചർ വിഷയങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തീർച്ചയായും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗവർണറുടെ ഓർഡിനൻസ് അധികാരം, അതായത് ആർട്ടിക്കിൾ 213, പിന്നെ ആ അധികാരത്തിന്മേലുള്ള ജുഡീഷ്യൽ പുനഃപരിശോധന, ജുഡീഷ്യൽ റിവ്യൂ. അതെ, അതുപോലെ മതസ്ഥാപനങ്ങളുടെ ഭരണത്തിൽ സർക്കാരിന് എത്രത്തോളം ഇടപെടാം, ഈ ഭരണഘടനാപരമായ കാര്യങ്ങളൊക്കെ ഈ ഒരു കേസിൽ ഒരുമിച്ച് വരുന്നുണ്ട്. ശരിയാണ്. അപ്പോൾ കോടതി എന്തൊക്കെയാണ് പ്രധാനമായും നിരീക്ഷിച്ചത്? ഒന്ന്, ഈ ഓർഡിനൻസ് ഇറക്കിയതിലെ തിടുക്കം. എന്തുകൊണ്ടാണ് സാധാരണ നിയമസഭാ നടപടികൾക്കാക്കാതെ ഇത്ര പെട്ടെന്നൊരു ഓർഡിനൻസ് വേണ്ടി വന്നത് എന്ന് കോടതി ചോദിച്ചു. സാധാരണ നിയമനിർമ്മാണ പ്രക്രിയ ഒഴിവാക്കിയതിനെക്കുറിച്ച്. അതെ. പിന്നെ ഈ ക്ഷേത്രത്തിന്റെ ഇടനാഴി വികസന പദ്ധതിക്ക് വേണ്ടി കോടതിയുടെ അനുമതി തേടിയ ഒരു രീതിയുണ്ടായിരുന്നു. അത് കുറച്ച് രഹസ്യ സ്വഭാവത്തോടെ ആയിപ്പോയി എന്നൊരു അതൃപ്തി കോടതി കാണിച്ചു. സുതാര്യത കുറവായിരുന്നു എന്ന്. ശരി, ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഹൈക്കോടതി തീരുമാനം വരുന്നതുവരെ താൽക്കാലികമായൊരു സമിതിയെ ഭരണമേൽപ്പിക്കാൻ പറ്റുമെന്നും കോടതി നോക്കുന്നുണ്ടല്ലേ? അതും പരിഗണനയിലുണ്ട്. കൂട്ടത്തിൽ ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കോടതി ഓർമ്മിപ്പിച്ചു. ഈ നിരീക്ഷണങ്ങൾ നമ്മളെ ചില അടിസ്ഥാന ഭരണഘടനാ തത്വങ്ങളിലേക്ക് തിരികെ കൊണ്ടുപോകുന്നുണ്ട്. തീർച്ചയായും. നിങ്ങളുടെ പഠനത്തിൽ ഇത് ഓർക്കേണ്ടതാണ്. ഒന്നാമത്തേത് ആർട്ടിക്കിൾ 213, ഗവർണറുടെ ഓർഡിനൻസ് അധികാരം. അതെ, നിയമസഭ സമ്മേളിക്കാത്ത സമയത്ത് പെട്ടെന്നൊരു നിയമം ആവശ്യമായി വന്നാൽ ഗവർണർക്ക് ഓർഡിനൻസ് ഇറക്കാം. പക്ഷേ എന്താണ്? പക്ഷേ നിയമസഭ വീണ്ടും ചേർന്നാൽ 6 ആഴ്ച അതിനുള്ളിൽ ആ ഓർഡിനൻസിന് അംഗീകാരം കിട്ടണം. ഇല്ലെങ്കിൽ അത് അസാധുവാവും. അപ്പോൾ ഇത് ശരിക്കും ഒരു അടിയന്തര സാഹചര്യത്തെ നേരിടാനുള്ളതാണ്, അല്ലാതെ എപ്പോഴും ഉപയോഗിക്കാനുള്ള ഒന്നല്ല. അതെ, നിയമസഭയെ മറികടക്കാൻ ഇത് സ്ഥിരമായി ഉപയോഗിക്കാൻ പാടില്ല. അവിടെയാണ് ജുഡീഷ്യൽ റിവ്യൂവിന്റെ പ്രാധാന്യം വരുന്നത്, അല്ലേ? കൃത്യം. ഗവർണറുടെ ഈ അധികാരം കോടതിയുടെ പരിശോധനയ്ക്ക് അതീതമൊന്നുമല്ല. ഇത് ദുരുദ്ദേശപരമായാണ് ഉപയോഗിച്ചത്. അതായത് മാലാഫൈഡ് ആണെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ നിയമസഭയെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിച്ചതാണെന്ന് കണ്ടാൽ കോടതിക്ക് ഇടപെടാം. RC കൂപ്പർ കേസ്, DC വാധവ കേസൊക്കെ ഇതിനുദാഹരണങ്ങളാണല്ലോ. അതെ, ആ കേസുകളിലൊക്കെ സുപ്രീം കോടതി ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ക്ഷേത്രഭരണം, മതപരമായ കാര്യങ്ങൾ, ഇതിൽ നിയമമുണ്ടാക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടോ, അതോ കേന്ദ്രത്തിനാണോ? നല്ല ചോദ്യം. മതപരമായ എൻഡോമെന്റുകൾ, അതായത് ഈ സ്ഥാപനങ്ങളുടെ സ്വത്തുവകകളുടെ ഭരണം പോലുള്ള കാര്യങ്ങൾ, അത് വരുന്നത് ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലാണ്. ലിസ്റ്റ് 3, എൻട്രി 28. അതെ, അതായത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമം നിർമ്മിക്കാം. ഇവിടെ UP സർക്കാർ നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചത് ഈ അധികാരത്തിന്റെ പിൻബലത്തിലാണ്. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഗവർണറുടെ ഓർഡിനൻസ് അധികാരം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ളതാണെങ്കിലും അത് നീതിന്യായ വ്യവസ്ഥയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാണ് എന്ന് ഈ കേസ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ശരിയാണ്. പ്രത്യേകിച്ച് ക്ഷേത്രഭരണം പോലുള്ള സെൻസിറ്റീവായ വിഷയങ്ങളിൽ ഒരു സന്തുലിതാവസ്ഥ വേണം, ഭരണകൂടത്തിന്റെ ഇടപെടലും കോടതിയുടെ മേൽനോട്ടവും തമ്മിൽ. വളരെ ശരിയാണ്. ഇത് ശരിക്കും ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായ അധികാര വിഭജനം, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, അതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നുണ്ട്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇവയോരോന്നും അതിൻ്റേതായ അധികാരപരിധിയിൽ നിന്ന് പ്രവർത്തിക്കണം. ഇത്തരം കേസുകൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ഈ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് സഹായിക്കും. തീർച്ചയായും. ഭരണപരമായ ആവശ്യങ്ങൾ, മതപരമായ കാര്യങ്ങൾ, കോടതിയുടെ ഇടപെടൽ, ഇവയെല്ലാം എങ്ങനെയാണ് ഒരു ജനാധിപത്യത്തിൽ ഒരുമിച്ചു പോകുന്നതെന്ന് ഈ കേസ് മുന്നോട്ടു പോകുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. അപ്പോ അടുത്തതായി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. അപ്പോ ഇന്ന് നമുക്ക് ഏഷ്യൻ ഭീമൻ ആമകളുടെ സംരക്ഷണത്തെക്കുറിച്ച് കുറച്ച് സംസാരിക്കാം, അല്ലേ? തീർച്ചയായും.
നാഗാലാൻഡില് ഇവയെ വീണ്ടും കാട്ടിലേക്ക് വിട്ടയച്ചതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ശരിയാണ്. ഇതിൽ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ. പ്രധാനമായിട്ടും ഈ ഒരു റീഇൻട്രൊഡക്ഷൻ എഫേർട്ട്, അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുക, പിന്നെ അതുമായി ബന്ധപ്പെട്ട ചില കോൺസെപ്റ്റ്സ് അതും ഒന്ന് പരിചയപ്പെടുത്തുക. അതാണ് നമ്മുടെ ലക്ഷ്യം. തീർച്ചയായും. പ്രത്യേകിച്ച് ഈ UPSC പരീക്ഷ എഴുതുന്നവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെങ്ങനെയാണ്? കാരണം പ്രിലിംസിലെ എൻവയോൺമെന്റ് ഇക്കോളജി ഭാഗത്ത് ഇത് വരാം. ബയോഡൈവേഴ്സിറ്റി, പിന്നെ വാർത്തകളിൽ വരുന്ന ജീവിവർഗങ്ങൾ, സ്പീഷീസ് ഇൻ ന്യൂസ് എന്നൊക്കെ പറയില്ലേ, ആ, അതുപോലെ ഇതിന്റെ കൺസർവേഷൻ സ്റ്റേറ്റസ്, അതായത് IUCN നില, പിന്നെ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, സംരക്ഷിത പ്രദേശങ്ങൾ, അതിൽ തന്നെ ഈ കമ്മ്യൂണിറ്റി റിസർവ് എന്ന ആശയം, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ വാർത്തയിലെ പ്രധാന പോയിന്റ്സിലേക്ക് കടക്കാം. ഈ ഏഷ്യൻ ഭീമൻ ആമ എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ കരയാമയാണ്. അത് ഏറ്റവും വലുത്. പിന്നെ IUCN സ്റ്റാറ്റസ് നോക്കിയാൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്, അതായത് ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന ഒന്നാണ്. വളരെ ഗുരുതരം. ഇവയെയാണ് ഇപ്പൊ നാഗാലാൻഡില് വീണ്ടും കാട്ടിലേക്ക് വിട്ടിരിക്കുന്നത്. അതെ, കൃത്യമായി പറഞ്ഞാൽ നാഗാലാൻഡിലെ പേരന്റ് ജില്ലയിലുള്ള സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവ്, അവിടെയാണ് വിട്ടത്. സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവ് 10 ആമകളെയാണ് വിട്ടയച്ചത്. ഇത് നാഗാലാൻഡ് സുവോളജിക്കൽ പാർക്കിൽ വളർത്തിയെടുത്തവയാണ്. ആ, അപ്പൊ കാട്ടിൽ നിന്ന് പിടിച്ചതല്ല. അല്ല, കാപ്റ്റിബ്രെഡ് എന്ന് പറയും. ശരി. അപ്പോ ഇതൊരു കൂട്ടായ മുയർച്ചയായിരുന്നു എന്ന് പറയാം. നാഗാലാൻഡ് വനം വകുപ്പും പിന്നെ ഇന്ത്യ ടേർട്ടിൽ കൺസർവേഷൻ പ്രോഗ്രാം, ആ, അവരും ചേർന്ന്. അതെ. പിന്നെ ഒരു പ്രത്യേക കാര്യം, ഈ സോഫ്റ്റ് റിലീസ് എൻക്ലോഷർ എന്നൊരു രീതി ഉപയോഗിച്ചു എന്നതാണ്. സോഫ്റ്റ് റിലീസ് അതെന്താണ്? കുറച്ചുകൂടി വ്യക്തമാക്കാമോ? അതായത് ഈ മൃഗശാലയിലൊക്കെ വളർന്ന ജീവികളെ പെട്ടെന്ന് കാട്ടിലേക്ക് തുറന്നുവിട്ടാൽ അവയ്ക്ക് ആ പുതിയ ചുറ്റുപാടുമായി പെട്ടെന്ന് ഇണങ്ങിച്ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ശരിയാണ്. അപ്പോൾ ഈ സോഫ്റ്റ് റിലീസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി തുറന്നുവിടുന്നതിന് മുമ്പ് ആ കാടിന്റെ ഭാഗത്ത് തന്നെ ഒരു പ്രത്യേക ഏരിയ, ഒരു വലയം പോലെ ഉണ്ടാക്കി അതിനുള്ളിൽ കുറച്ചുകാലം ഇവയെ പാർപ്പിക്കും. ഓ, ഒരു ട്രെയിനിങ് പോലെ. ഏകദേശം. ആ പുതിയ കാലാവസ്ഥ, ഭക്ഷണം കണ്ടെത്താനുള്ള രീതികൾ, ചിലപ്പോൾ അവിടെയുള്ള മറ്റു ജീവികൾ, അതൊക്കെയായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ അതിനൊരു സമയം കൊടുക്കും. എന്നിട്ട് പൂർണ്ണമായി തുറന്നുവിടും. അത് ശരി, ഒരു അക്ലിമറ്റൈസേഷൻ പീരിയഡ്. അതെ, അത് തന്നെ. ഓക്കെ. അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന കാര്യങ്ങൾ, ഈ പ്രിലിംസിനൊക്കെ ആവശ്യം വരാവുന്ന കാര്യങ്ങൾ കൂടി നോക്കാം. ആദ്യം തന്നെ ഈ ഏഷ്യൻ ഭീമൻ ആമയെക്കുറിച്ച്, മെനോറിയ എമിസ്, എന്തൊക്കെയാണ് പ്രധാനമായും അറിയേണ്ടത്? ഇതിന് ബർമീസ് മൗണ്ടൻ ടോട്ടോയ്സ് എന്നും വിളിക്കാറുണ്ട്. പ്രധാനമായിട്ടും കാണുന്നത് ഈർപ്പമുള്ള നിത്യഹരിത വനങ്ങളിലെ മലംപ്രദേശങ്ങളിലാണ്. മലംപ്രദേശങ്ങളിൽ. അതെ. പിന്നെ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ആമവംശങ്ങളിലൊന്നാണെന്നാണ് കണക്കാക്കുന്നത്. ഓഹോ. IUCN നില നമ്മൾ നേരത്തെ പറഞ്ഞു, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്, ഗുരുതരമായ വംശനാശ ഭീഷണി. ഈ പുനരവതരണം അഥവാ റീഇൻട്രൊഡക്ഷൻ എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചല്ലോ, അതൊന്ന് വിശദീകരിക്കാമോ? റീഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവിവർഗത്തിന് മുമ്പ് സ്വാഭാവികമായി ഉണ്ടായിരുന്നതും എന്നാൽ പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് വംശനാശം സംഭവിച്ചതുമായ ഒരു പ്രദേശത്ത് ആ ജീവികളെ മറ്റേതെങ്കിലും സ്ഥലത്തുനിന്ന്, അത് ചിലപ്പോൾ മറ്റൊരു കാടോ അല്ലെങ്കിൽ മൃഗശാലയോ ആകാം, അവിടെ നിന്ന് കൊണ്ടുവന്ന് വീണ്ടും സ്ഥാപിക്കുന്ന പ്രക്രിയയാണ്. ശരി. ഇവിടെ ഇപ്പോൾ നാഗാലാൻഡ് സുവോളജിക്കൽ പാർക്കിൽ വളർത്തിയ ആമകളെയാണ് അവരുടെ പഴയ ആവാസവ്യവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. ഓക്കെ. ഇനി മറ്റൊന്ന്, ഈ കമ്മ്യൂണിറ്റി റിസർവ്. സാധാരണ നമ്മൾ നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നൊക്കെ കേൾക്കാറുണ്ട്. അതിൽ നിന്ന് എങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റി റിസർവ് വ്യത്യസ്തമാകുന്നത്? നല്ല ചോദ്യമാണ്. കമ്മ്യൂണിറ്റി റിസർവ് ഇന്ത്യയിലൊരു പ്രത്യേകതരം സംരക്ഷിത പ്രദേശമാണ്. സാധാരണ നാഷണൽ പാർക്കും സാങ്ച്വറിയുമൊക്കെ സർക്കാർ ഭൂമിയിലായിരിക്കും. അതെ. പക്ഷേ കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെയോ ഉടമസ്ഥതയിലുള്ള ഭൂമിയാകാം. അവിടെയുള്ള വന്യജീവികളെ സംരക്ഷിക്കാൻ ആ സമൂഹമോ വ്യക്തിയോ സ്വയം താൽപ്പര്യമെടുത്ത് മുന്നോട്ടു വന്നാൽ സംസ്ഥാന സർക്കാരിന് ആ പ്രദേശത്തെ കമ്മ്യൂണിറ്റി റിസർവായി പ്രഖ്യാപിക്കാം. ഓ, അപ്പോൾ ജനങ്ങളുടെ പങ്കാളിത്തം വളരെ പ്രധാനമാണ്. അതെ, അതാണ് അതിന്റെ കാതൽ. പാർട്ടിസിപ്പേറ്ററി കോൺസർവേഷൻ എന്ന് പറയും. 2002 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈയൊരു വിഭാഗം വന്നത്. നാഗാലാൻഡിലെ ഈ സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവ് ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. അപ്പൊ ശരിക്കും പ്രാദേശിക സമൂഹത്തിന്റെ സഹകരണമില്ലാതെ ഇത് നടക്കില്ല. തീർച്ചയായും.
അവരുടെ അറിവും സഹകരണവും ഇതിന്റെ വിജയത്തിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സംരംഭങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ജൈവവൈവിധ്യ സംരക്ഷണത്തിൽ സമൂഹ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം എടുത്തുകാണിക്കുന്നു. ശരിയാണ്. ഈ ആമകളെ സംരക്ഷിക്കുന്നത് വഴി ആ ആവാസ വ്യവസ്ഥയ്ക്ക് മൊത്തത്തിൽ ഗുണമുണ്ടാകുമോ? ഉറപ്പായും ഈ ആമകൾ അവയുടെ ആവാസവ്യവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ്. ഉദാഹരണത്തിന് വിത്തുവിതരണം, സീഡ് ഡിസ്പേഴ്സൽ പോലുള്ള കാര്യങ്ങളിൽ ഇവയ്ക്ക് പങ്കുണ്ട്. അപ്പോൾ ഇവയെ സംരക്ഷിക്കുന്നത് ആ വനത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ജൈവവൈവിധ്യത്തിനും നല്ലതാണ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ വംശനാശത്തിന്റെ വക്കിൽ നിൽക്കുന്നൊരു ജീവിയെ തിരികെ കൊണ്ടുവരുമ്പോൾ ശാസ്ത്രീയമായ കാര്യങ്ങൾ മാത്രം പോരാ, ആ നാട്ടിലെ ആളുകളുടെ പിന്തുണയും അറിവും കൂടി വേണം എന്നുള്ളതാണ് ഈ നാഗാലാൻഡിലെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലേ? വളരെ ശരിയാണ്. ആ ഒരു കൂട്ടായ്മയാണ് പലപ്പോഴും വിജയത്തിന് പിന്നിൽ. ഒരുപക്ഷെ ഭാവിയിലെ പല സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും ഇതൊരു മാതൃകയാകാം. സാധ്യതയുണ്ട്. വളരെ നന്നായി വിശദീകരിച്ചു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. ദ ഹിന്ദു പത്രത്തിൽ നിന്നുള്ള മറ്റൊരു വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹിന്ദു ദിനപത്രത്തിലെ ഒരു പ്രധാന വാർത്തയാണ്. ക്വാണ്ടം മെക്കാനിക്സും ബ്ലോക്ക് ചെയിനും ഇവ രണ്ടും ഉപയോഗിച്ച് ശരിക്കും ക്രമരഹിതമായ ട്രൂ റാൻഡം നമ്പറുകൾ ഉണ്ടാക്കുന്ന ഒരു പുതിയ രീതിയെക്കുറിച്ചാണ് ഈ വാർത്ത. നിങ്ങൾ UPSC പ്രിലിംസിനു തയ്യാറെടുക്കുകയാണെങ്കിൽ ഈ വിഷയം ശ്രദ്ധിക്കണം. സയൻസ് ആൻഡ് ടെക്നോളജി പേപ്പറിന് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതിൽ ക്വാണ്ടം ടെക്നോളജി, ബ്ലോക്ക് ചെയിൻ, സൈബർ സുരക്ഷ, എൻക്രിപ്ഷൻ അങ്ങനെ പലതും വരുന്നുണ്ട്. നമ്മളെ ഡിജിറ്റൽ ലോകത്ത് വിവരങ്ങൾ സുരക്ഷിതമാക്കാൻ എൻക്രിപ്ഷൻ ഉപയോഗിക്കുമ്പോൾ അതിന്റെ താക്കോലുകൾ, ആ കീസ് ഊഹിക്കാൻ പറ്റാത്തതാവണം. അതിനു വേണ്ടത് ശരിക്കും ക്രമരഹിതമായ സംഖ്യകളാണ്. പക്ഷെ അങ്ങനെയുള്ള സംഖ്യകൾ ഉണ്ടാക്കുന്നതത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലേ? അതെ, അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. സാധാരണ കമ്പ്യൂട്ടറുകൾ അവയുണ്ടാക്കുന്നത് സ്യൂഡോ റാൻഡം നമ്പറുകളാണ്. സ്യൂഡോ റാൻഡം അത് ഒരു പ്രത്യേക കണക്കുകൂട്ടൽ രീതി, ഒരു അൽഗോരിതം അനുസരിച്ചാണ് അവയുണ്ടാക്കുന്നത്. ഒരു സീഡ് നമ്പർ, ആ തുടക്കത്തിലെ സംഖ്യ അറിഞ്ഞാൽ അതേ ക്രമത്തിലുള്ള സംഖ്യകൾ ആർക്കും വീണ്ടും ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് അവ പൂർണ്ണമായും റാൻഡമല്ല, പ്രവചിക്കാൻ പറ്റും. ചില കമ്പനികൾ, ഇപ്പോൾ ക്ലൗഡ്ഫ്ലെയറൊക്കെ, അവർ ലാവ ലാമ്പുകളുടെ ഒഴുകുന്ന പാറ്റേൺ നോക്കിയൊക്കെ സീഡുണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും അതും ശരിക്കും റാൻഡമല്ല. അപ്പോ ഈ യഥാർത്ഥ ക്രമരഹിതത്വം, ട്രൂ റാൻഡംനെസ്, അതെവിടുന്നാണ് പിന്നെ കിട്ടുക? അതിനുള്ള ഉത്തരം ശാസ്ത്രജ്ഞർ കണ്ടെത്തുന്നത് ക്വാണ്ടം ലോകത്താണ്. ആറ്റങ്ങളെക്കാളും ചെറിയ കണികകളുടെ ലോകം. അത് പ്രവചനാതീതമാണ്. ഈ പുതിയ പഠനത്തിൽ അവര് പ്രകാശത്തിന്റെ കണികകളായ ഫോട്ടോണുകളെയാണ് ഉപയോഗിച്ചത്. ഫോട്ടോണുകളോ? അതെങ്ങനെയാണ് റാൻഡം നമ്പറുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്? ഫോട്ടോണുകൾക്ക് പോളറൈസേഷൻ എന്നൊരു സ്വഭാവമുണ്ട്. സിംപിളായി പറഞ്ഞാൽ, ഒരു ലൈറ്റ് വേവ് ഏത് ദിശയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് എന്നതുപോലൊരു സംഭവം. ക്വാണ്ടം നിയമങ്ങളനുസരിച്ച് നമ്മളൊരു ഫോട്ടോണിന്റെ പോളറൈസേഷൻ അളക്കുന്നതിന് തൊട്ടു മുൻപ് വരെ അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. അത് തികച്ചും ക്രമരഹിതമായിരിക്കും. ഈയൊരു പ്രവചനാതീതമായ സ്വഭാവം, അതാണ് ഗവേഷകർ യഥാർത്ഥ റാൻഡം നമ്പറുകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്. കൊള്ളാലോ. അപ്പോ ഈ പ്രക്രിയയില് പിന്നെ ബ്ലോക്ക് ചെയിന്റെ റോൾ എന്താണ്? ക്വാണ്ടം മാത്രം പോരെ റാൻഡം നമ്പറിന്? നല്ല ചോദ്യം. ഈ റാൻഡം നമ്പറുകൾ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ. ആ ഉണ്ടാക്കിയ പ്രോസസ്സ് ശരിയായിട്ടാണ് നടന്നതെന്നും അതിൽ ആരും ഇടയ്ക്ക് കയറി കൃത്രിമം കാണിച്ചിട്ടില്ലെന്നും നമുക്ക് ഉറപ്പാക്കണ്ടേ? ശരിയാണ്. വിശ്വസ്യത പ്രശ്നമാണ്. അതെ, അവിടെയാണ് ബ്ലോക്ക് ചെയിൻ വരുന്നത്. ഈ നമ്പറുകൾ ഉണ്ടാക്കുന്ന ഓരോ സ്റ്റെപ്പും, അതിനെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ വിവരങ്ങൾ പോലും ബ്ലോക്ക് ചെയിനിലൊരു റെക്കോർഡായി ചേർക്കുന്നു. ബ്ലോക്ക് ചെയിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതൊരു വികേന്ദ്രീകൃത ഡിജിറ്റൽ ലെഡ്ജറാണ്. ഒരിക്കൽ ഒരു ബ്ലോക്കിൽ ഡേറ്റ ചേർത്താൽ അത് മാറ്റാൻ പറ്റില്ല. ഇമ്മ്യൂട്ടബിളാണ്. ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കുകയും ചെയ്യാം. സുതാര്യമാണ്. അപ്പോൾ ഈ റാൻഡം നമ്പർ ജനറേഷൻ പ്രോസസ്സിൽ പൂർണ്ണ വിശ്വാസം വരും. ഓക്കെ. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് ആ റാൻഡംനെസ് തരുന്നു, ബ്ലോക്ക് ചെയിൻ ആ പ്രോസസ്സിന്റെ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പാക്കുന്നു. അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണ് സംഗതി. ഈ സേവനത്തിന് അവരൊരു പേരും കൊടുത്തിട്ടുണ്ട്. CURBY, CU റാൻഡംനെസ് ബീക്കൺ. CURBY. ഒരു ബീക്കൺ പോലെ ആവശ്യമുള്ളവർക്ക് വെരിഫൈ ചെയ്യാവുന്ന സർട്ടിഫൈഡ് റാൻഡം നമ്പറുകൾ നൽകുന്ന ഒരു പബ്ലിക് സർവീസായിട്ടാണ് അവരിത് അവതരിപ്പിക്കുന്നത്. ഇത് കൊള്ളാം. അപ്പോ
പ്രിലിംസിന് തയ്യാറെടുക്കുന്നവർക്ക് ഓർത്തിരിക്കേണ്ട പ്രധാന ആശയങ്ങൾ, കോർ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്? ഓക്കെ, പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ. 1, എൻക്രിപ്ഷൻ എന്താണെന്ന് അറിയണം. ഡേറ്റയെ വായിക്കാൻ പറ്റാത്ത കോഡാക്കി മാറ്റുന്ന പരിപാടി. 2, അതിന് ഈ റാൻഡം നമ്പറുകളുടെ പ്രാധാന്യം. എൻക്രിപ്ഷൻ താക്കോലുകൾ ഊഹിക്കാൻ പറ്റാത്തതാക്കാൻ ഇത് വേണം. 3, ക്വാണ്ടം മെക്കാനിക്സിന്റെ അടിസ്ഥാനം. അതായത് ഈ ചെറിയ കണികകളുടെ ലോകത്തെ പ്രവചനാതീതമായ സ്വഭാവം. അതാണ് ട്രൂ റാൻഡംനെസ്സിന്റെ ഉറവിടം. 4, ബ്ലോക്ക് ചെയിൻ. മാറ്റങ്ങൾ വരുത്താൻ പറ്റാത്ത, സുതാര്യമായ, ഡീസെൻട്രലൈസ്ഡ് ആയ ഒരു ഡിജിറ്റൽ റെക്കോർഡ് കീപ്പിംഗ് സിസ്റ്റം. ഈ വാർത്തയുടെ കാതലെന്താണെന്ന് വെച്ചാൽ ഈ സാങ്കേതിക വിദ്യകൾ ഒരുമിച്ച് എങ്ങനെയാണ് കൂടുതൽ സുരക്ഷ നൽകുന്നത് എന്നതാണ്. അപ്പോ ഇതിന്റെയൊക്കെ ഒരു ആകെത്തുക, പ്രാധാന്യം എന്താണ്? ഈ പുതിയ രീതി കൊണ്ട് എന്താണ് ഗുണം? ഗുണം ഗുണമാണ്. യഥാർത്ഥ ക്രമരഹിതത്വവും അതുണ്ടാക്കിയ രീതി പൂർണ്ണമായും സുതാര്യവും പരിശോധിക്കാവുന്നതുമാകുമ്പോൾ നമ്മുടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് ഭയങ്കരമായി സുരക്ഷിതമാകും. അതായത് ഹാക്കർമാർക്ക് തകർക്കാൻ പറ്റാത്ത എൻക്രിപ്ഷൻ സിസ്റ്റങ്ങൾ ഉണ്ടാക്കാൻ ഇത് സഹായിക്കും. തീർച്ചയായും. സൈബർ സുരക്ഷയുടെ ഭാവിയിൽ ഇതൊരു വലിയ മുന്നേറ്റം തന്നെയാണ്. കൂടുതൽ സുരക്ഷിതവും അതേസമയം വിശ്വാസയോഗ്യവുമായ സിസ്റ്റങ്ങൾ വരും. അപ്പോ ക്വാണ്ടം ലോകത്തിന്റെ ആ പ്രവചനാതീതമായ കഴിവും ബ്ലോക്ക് ചെയിന്റെ ആ സുതാര്യതയും വിശ്വാസ്യതയും ഒരുമിപ്പിച്ച് കൂടുതൽ സുരക്ഷിതമായ ഒരു ഡിജിറ്റൽ ലോകം എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിച്ചത്. ഇന്നത്തെ ഈ ചർച്ച നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ ക്വാണ്ടം ബ്ലോക്ക് ചെയിൻ കൂട്ടുകെട്ട് ഭാവിയിൽ സൈബർ സുരക്ഷയല്ലാതെ വേറെ ഏതൊക്കെ മേഖലകളിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ളതെന്ന്. നാളെ പുതിയ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.